السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാന്യരായ സഹോദരങ്ങളെ സഹോദരിമാരെ, റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കുവാൻ പരിശ്രമിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണേ എന്നു പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അൽ ഇർഷാദില സ്വഹീഹുൽ ഇഅ്തിഖാദ് എന്ന കിതാബ് അടിസ്ഥാനമാക്കിയുള്ള നമ്മുടെ അഖീദ പഠന പരമ്പരയിൽ ഷിർക്കിൻ്റെയും ഷിർക്കിലേക്ക് എത്തിക്കുന്ന കാര്യങ്ങളുടെയും വ്യത്യസ്തങ്ങളായ ഇനങ്ങളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 9ാമത്തെ ഇനം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ തുടങ്ങി വെച്ചു. നിസ്ബത്തുൻ നിഅമി ഇലാ ഗൈരില്ലാഹി തആല, നിഅമത്തുകളെ അല്ലാഹു അല്ലാത്തവരിലേക്ക് ചേർത്തിപ്പറയുക എന്നത് ഷിർക്കിൻ്റെ ഇനങ്ങളിൽപ്പെട്ട കാര്യമാണ് എന്ന് പറഞ്ഞു. അത് ആദ്യ ഭാഗം വിശദീകരിച്ചു. ചരിത്രത്തിൽ പലരും റബ്ബ് കൊടുത്ത നിഅമത്തുകൾ നിഷേധിച്ചവരും അത് റബ്ബല്ലാത്തവരിലേക്ക് ചേർത്തി പറഞ്ഞവരുമെല്ലാം കഴിഞ്ഞു പോയിട്ടുണ്ട്. അവർക്കെല്ലാം പടച്ച റബ്ബിൻ്റെ ശിക്ഷ പിന്നീട് വന്നു ചേർന്നതും വളരെ ഹീനമായ രൂപത്തിൽ അവരൊക്കെ ഈ ദുനിയാവിൽ നിന്ന് പോകേണ്ടി വന്നതുമൊക്കെയായ ഖാറൂനിൻ്റെയും ഫിറഔനിൻ്റെയും ഒക്കെ കഥകൾ ഖുർആനിക വചനങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് നമ്മൾ പറഞ്ഞു. ഇനി ഹദീസിൽ വന്ന ഈ വിഷയത്തിലേക്ക് വെളിച്ചം വീശുന്ന ഒരു കഥയാണ് ഷെയ്ഖ് റഹിമത്തുള്ളാഹി ഇവിടെ ശേഷം എടുത്തു കൊടുക്കുന്നത്. വഹാക്കും ഖിസ്സത്തുൻ, ഇതാ നിങ്ങൾക്കൊരു കഥ. ഖസ്സഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നബിതങ്ങൾ പറഞ്ഞൊരു കഥയാണ്. ഈ വിഷയം കൂടുതൽ ബോധ്യപ്പെടാൻ ഉതകുന്നൊരു കഥ നബിതങ്ങൾ പറഞ്ഞത്. അൻ ജമാഅത്തിൻ മിമ്മൻ കാന ഖബ്ലന, നമ്മുടെ മുമ്പ് കഴിഞ്ഞു പോയ ഒരു ജനവിഭാഗത്തിൽപ്പെട്ട ഒരു കഥയാണ്. ഇബ്തലാഹുമുല്ലാഹു, റബ്ബ് അവരെ പരീക്ഷിച്ചു. ഫഅൻഅമ അലൈഹിം, അവർക്ക് നിഅമത്തുകൾ നൽകി. ഫമിൻഹും മൻ ജഹദ നിഅമത്തല്ലാഹ്, അവരിൽ ചിലർ റബ്ബിന്റെ നിഅമത്തിനെ നിഷേധിച്ചു. വനസബ മാ ഹസ്റ അലൈഹി മിനൽ മാലി, അങ്ങനെ റബ്ബ് അവർക്ക് നൽകിയ ആ സമ്പത്ത് അതിനെ അവർ ചേർത്തി പറഞ്ഞു. ഇലാ വിറാസത്തിഹി അൻ ആബാഇഹി, പിതാക്കളിൽ നിന്ന് പാരമ്പര്യമായി കിട്ടിയതാണ് എന്ന് അവൻ പറഞ്ഞു. ഫസഖത്തുല്ലാഹു അലൈഹി, അബ്ബവന് കോപിച്ചു. വമിൻഹും മൻ ഇഅ്തറഫ ബിഫദ്ലില്ലാഹി വശക്കറ നിഅമത്തല്ലാഹ് ഫറളിയല്ലാഹു അൻഹു, മറ്റു ചിലരാവട്ടെ റബ്ബിന്റെ നിഅമത്തിനെ അംഗീകരിക്കുകയും അറിയുകയും ശുക്ർ ചെയ്യുകയും ചെയ്തപ്പോൾ റബ്ബവന് തൃപ്തിപ്പെടുകയും ചെയ്തു എന്നതാണ് കഥയുടെ ആകത്തുക. ആ കഥ ഇതാ വിശദമായ വലിയൊരു ഹദീസാണ്. ബുഖാരി മുസ്ലിം റഹിമഹുല്ലാഹ് റിപ്പോർട്ട് ചെയ്ത എല്ലാവരും അംഗീകരിച്ചു പോരുന്ന ഒരു പ്രസിദ്ധമായ പ്രവാചക കഥകളിൽപ്പെട്ടൊരു കഥയാണ് താഴെ പറയുന്നത്. അൻ അബീ ഹുറൈറത്ത റളിയല്ലാഹു അൻഹു അന്നഹു സമിഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നതായി താൻ കേട്ടുവെന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സംഭവം. ഇന്ന സലാസത്തൻ മിൻ ബനി ഇസ്രായീൽ, ഇതാണ് കഥ. ഇസ്രായേലിൽപ്പെട്ട 3 ആളുകൾ, അബ്റസു വ അഖ്റഉ വ അഅ്മ, കുഷ്ഠരോഗിയും അതുപോലെ അന്ധനും അഖ്റ ചേനത്തലയനുമായ 3 ആളുകൾ. ഒരാൾ കുഷ്ഠരോഗിയാണ്, മറ്റൊരാൾ കണ്ണു കാണാത്ത അന്ധനായ മനുഷ്യനാണ്, മൂന്നാമതൊരാൾ തലയിൽ തീരെ മുടിയില്ലാത്ത കഷണ്ടിയായ ഒരു ചേനത്തലയൻ എന്ന് പറയുന്ന അഖ്റ. ഈ രൂപത്തിലുള്ള 3 ആളുകൾ. ഫഅറാദല്ലാഹു അൻ യബ്തലിയഹും, അല്ലാഹു തആല അവരെ പരീക്ഷിക്കാൻ
ഉദ്ദേശിച്ചു. ഫബഅസ ഇലൈഹിം മലക, അങ്ങനെ ഒരു മലക്ക് അല്ലാഹു തആല നിയോഗിച്ചു ഇവരിലേക്ക്, ഈ മൂന്നാളുകളിലേക്ക് ഒരു മലക്കിനെ പറഞ്ഞയച്ചു. ഫഅതൽ അബ്റസ, പിന്നെ ആദ്യം കുഷ്ഠരോഗിയുടെ അടുക്കൽ ഇയാൾ വന്നു. അല്ല വെള്ളപ്പാണ്ട്, സോറി കുഷ്ഠരോഗി അല്ല, വെള്ളപ്പാണ്ടുകാരൻ അക്മഹാണ് കുഷ്ഠരോഗി. വെള്ളപ്പാണ്ടുകാരൻ അടുക്കൽ വന്നു. ഫഖാൽ അയ്യു ഷൈഇൻ അഹബ്ബു ഇലൈക്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താണ്? ഖാല ലൗനുൻ ഹസൻ വജിൽദുൻ ഹസൻ, നല്ല നിറമുണ്ടാവുക, നല്ല തൊലിയുണ്ടാവുക. വയദ്ഹബ അന്നി അല്ലദീ ഖദ് ഖദറനി നാസു ബിഹി, ആളുകൾക്ക് എനിക്ക് മ്ലേച്ഛമായി കാണുന്ന ഈ ഒരു ബുദ്ധിമുട്ടൊക്കെ മാറിക്കിട്ടി നല്ല സുന്ദരനായി മാറാനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം എന്ന് ആ വെള്ളപ്പണ്ടുകാരൻ പറഞ്ഞു. ഖാല ഫമസഹഹു ഫദഹബ അൻഹു ഖദറുഹു, നബി തങ്ങൾ പറയുന്നു, ഈ മലക്ക് അയാളെ തടവി, അതുകൊണ്ട് അയാൾക്കുണ്ടായ ആ ഒരു പ്രയാസമെല്ലാം നീങ്ങി. ഫഉൽതിയ ലൗനൻ ഹസനൻ വജിൽദൻ ഹസനൻ, നല്ല ഭംഗിയുള്ള തൊലിയും ഭംഗിയുള്ള നിറവും അയാൾക്ക് നൽകപ്പെട്ടു. ഖാല, എന്നിട്ട് മലക്ക് ചോദിച്ചു, ഫഅയ്യുൽ മാലി അഹബ്ബു ഇലൈക, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട സമ്പത്ത് ഏതാണ് എന്ന് ചോദിച്ചപ്പോൾ ഖാല അൽ ഇബ്നു അവിൽ ബഖറു, ഒട്ടകം അല്ല അല്ലെങ്കിൽ പശു. ഷക്ക ഇസ്ഹാഖ്, അഥവാ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്ത റാവിമാരിൽപ്പെട്ട ആൾ ഇസ്ഹാഖ്. ഈ ഇസ്ഹാഖ് എന്ന റാവിക്ക് സംശയം, നബി അവിടെ ഇബ്നി എന്നാണോ ബക്കറി എന്നാണോ പറഞ്ഞത് എന്ന് റിപ്പോർട്ടർക്കൊരു സംശയം. അതാണ് അപ്പം ആ ഇത് ഒരു കഥ നബി പറഞ്ഞെടുക്കുകയാണോ, അപ്പം നബി അവിടെ ഇബ്നി എന്ന് പറഞ്ഞോ അല്ല ബക്കറി എന്ന് പറഞ്ഞോ എന്ന് ഇസ്ഹാഖ് എന്ന റാവിക്ക് ഓർമ്മ കിട്ടുന്നില്ല. രണ്ടാലും ഒന്നാണ് നബി പറഞ്ഞത്, ഇതാ മനുഷ്യൻ പറഞ്ഞു. ഫഉൽതിയ നാഖതൻ അശ്റ, ഒരു ഹദീസ് ഉദ്ധരിക്കുമ്പോൾ സൂക്ഷ്മത അതൊക്കെ ഇല്ലേ, ആ ഹദീസ് ഉദ്ധരിച്ചു പോകുക മാത്രമായി ഒരു വാക്കിൽ ഒരു റിപ്പോർട്ടിൽ സംശയം വന്നപ്പോൾ അതുപോലും അവിടെ പ്രത്യേകം രേഖപ്പെടുത്തി പോവുകയാണ്. അത്രയേറെ സൂക്ഷ്മമായിട്ടാണ് ഓരോ ഹദീസും മുഹദ്ദിസീങ്ങൾ കൈമാറിപ്പോകുന്നത് അർത്ഥം. ഫഉൽതിയ നാഖത്തുൻ അശ്റ, അങ്ങനെ നല്ല ഗർഭിണി, പൂർണ്ണ ഗർഭിണിയായ ഒരു ഒട്ടകം അയാൾക്ക് നൽകപ്പെട്ടു. വഖാൽ ബാറക്കല്ലാഹു ലക ഫീഹാ, അയാൾക്ക് ബറക്കത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു. ഈ ഒട്ടകത്തിന് പടച്ച റബ്ബ് നിങ്ങൾക്ക് ബറക്കത്ത് ചൊരിയട്ടെ എന്നീ മലക്ക് ദുആ ചെയ്തു. ഖാല, നബി തങ്ങൾ പറയാണ്, ഫഅതൽ അഖ്റഅ, ശേഷം ഈ മുടിയില്ലാത്ത ആളെ അടുക്കൽ ഈ മലക്കെത്തി. ഫഖാൽ അയ്യു ഷൈഇൻ അഹബ്ബു ഇലൈക്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താണ് ചോദിച്ചപ്പോൾ ഖാല ഷഅറുൻ ഹസൻ വയദ്ഹബ അന്നി അല്ലദീ ഖദ് ഖദറനി നാസു ബിഹി, നല്ല മുടിയുണ്ടാവുക, ആളുകൾക്കെല്ലാം എന്നെ കാണുമ്പോൾ ഒരു മ്ലേച്ഛമായി തോന്നുന്നുണ്ട്, അതൊക്കെ പോയി നല്ല സ്റ്റൈലിന് മുടി ഉണ്ടായാൽ എനിക്ക് അതാണ് ഏറ്റവും ഇഷ്ടമെന്ന് അയാൾ പറഞ്ഞു. ഫമസഹഹു ഫദഹബ അൻഹു വഉൽതിയ ഷഅറൻ ഹസന, മലക്ക് അയാളെ തടവി, അയാൾക്ക് നല്ല മുടിയുണ്ടായി, അയാളുടെ ആ മ്ലേച്ഛതകളെല്ലാം അതോടുകൂടി നീങ്ങി. എന്നിട്ട് ചോദിച്ചു, അയ്യുൽ മാലി അഹബ്ബു ഇലൈക്, ഏറ്റവും പ്രിയപ്പെട്ട സ്വത്ത് ഏതാണ്? ഖാല അൽ ബഖർ അബിൽ ഇബിൽ, പശു അല്ലെങ്കിൽ ഒട്ടകം. ഫഉൽതിയ ബഖറത്തൻ ഹാമില, അങ്ങനെ അയാൾക്ക് ഗർഭിണിയായ ഒരു പശു നൽകപ്പെട്ടു. ഇവിടെ പശു നൽകപ്പെട്ടു പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇഷ്ടപ്പെട്ട് ചോദിച്ചതാണ് പശു ചോദിച്ചത്, അതിന് വ്യക്തമാണ്. എന്നിട്ട് പോലും അവിടെ നഞ്ഞിപ്പോൾ ആലോചിച്ച് പശുവിനെ കഴിക്കും എന്ന് കരുതിയിട്ട് അൽ ബഖർ എന്നവിടെ പറഞ്ഞില്ല. ഇല്ല, കാരണം റിപ്പോർട്ടിന് സംശയമുണ്ട്, ആ സംശയം അങ്ങനത്തെ അവിടെ രേഖപ്പെടുത്തി വെച്ചു. അപ്പോൾ പശുവിനെ കൊടുത്തു പറയുമ്പോൾ പിന്നെ അയാൾ ചോദിച്ച പശു ഉറപ്പാണല്ലോ. എന്നാൽ നബി പറഞ്ഞു എന്നല്ലേ പറയണത്. അപ്പം നബി പറഞ്ഞു പറയുമ്പോൾ പിന്നെ ഒരു ഉറപ്പില്ലാതെ പറയണ്ടെന്ന്, അതുകൊണ്ടാണ് ആ ശക്ക അങ്ങനത്തെ രേഖപ്പെടുത്തി പോയത്. എന്നിട്ട് മലക്ക് പ്രാർത്ഥിച്ചു, ബാറക്കല്ലാഹു ലക ഫീഹാ, നിനക്ക് അല്ലാഹു ഈ പശുവിൽ ബറക്കത്ത് ചൊരിയട്ടെ എന്ന് ദുആ ചെയ്തു. ഫഅതൽ അഅ്മ, പിന്നീട് അന്ധനായ മനുഷ്യർക്ക് ചെന്നു. ഫഖാൽ അയ്യു ഷൈഇൻ അഹബ്ബു ഇലൈക് ഖാല അൻ യറുദ്ദല്ലാഹു ഇലയ്യ ബസരി ഫഉബ്സിറ ബിഹിൻ നാസ്, എൻ്റെ കണ്ണ് കാഴ്ച തിരിച്ചു കിട്ടി, എല്ലാവരെയും കാണാൻ എനിക്ക് വല്ലാത്തൊരു ആഗ്രഹമുണ്ട്. ഫമസഹഹു ഫറദ്ദല്ലാഹു ഇലൈഹി ബസറഹു, അങ്ങനെ ഈ മലക്ക് തടവി, അതോടെ അയാൾ കണ്ണിൻ്റെ കാഴ്ച തിരിച്ചു കിട്ടി. ഫഖാൽ ഫഅയ്യുൽ മാലി അഹബ്ബു ഇലൈക് ഖാല അൽ ഗനം, എനിക്കിഷ്ടം ആടാണ്.
ഫഉഴ്തിയ ഷാത്തൻ വാലിദ, പ്രസവിക്കുന്ന ഒരാടിനെ അയാൾക്ക് നൽകി. അങ്ങനെ ഫഅൻതജ ഹാദാനി വവലദ ഹാദാ, അത് രണ്ടും ഉൽപാദനമുണ്ടായി. അഥവാ ഒട്ടകവും പശുവും, ആട് പ്രസവിക്കുകയും ചെയ്തു. ഫകാന ലിഹാദാ വാദിൻ മിനൽ ഇബിൽ, അങ്ങനെ ഒന്നാമത്തെ ആൾക്ക് അയാളുടെ ആ ഒട്ടകങ്ങൾ പിന്നീട് പെരുകി വന്ന് ഒരു താഴ്വര ഒന്നാകെ ഒട്ടകക്കൂട്ടമുള്ള ആളായി പിന്നീട് അയാൾ മാറി. ഒട്ടകം പ്രസവിച്ചു, കുട്ടിയുണ്ടായി, അത് വീണ്ടും വലുതായി പ്രസവിച്ചു. അങ്ങനെ ക്രമേണ അയാളുടെ ഒട്ടകങ്ങളുടെ എണ്ണം പെരുകി വന്ന് ഒരു വാദി, ഒരു വാലി, ഒരു താഴ്വര ഒന്നാകെ ഇയാൾക്ക് ഒട്ടകമുള്ള ഒരു അവസ്ഥയിൽ ഒരു വലിയ ഒട്ടക മുതലാളിയായിട്ട് ഇയാൾ മാറി എന്നർത്ഥം. വഹാദ ഒലിഹാദ വാദിൻ മിനൽ ബഖർ, മറ്റാൾക്ക് ഒരു താഴ്വര ഒന്നാകെ പശുവായി. ഒലിഹാദ വാദിൻ മിനൽ ഗനം, മറ്റാൾക്കാവട്ടെ താഴ്വര ഒന്നാകെ ആടുകളുമായി. അങ്ങനെ 3 പേർക്കും ബർക്കത്ത് കിട്ടിയ അർത്ഥം. ഒരാൾ വലിയ സമ്പന്നനായി 3 പേരും, ഒരാൾ ഒട്ടകത്തിൻ്റെ വലിയ ശേഖരമുണ്ടായി, മറ്റാൾക്ക് പശുവായി, മറ്റാൾക്ക് ആടുമായി. അങ്ങനെ ഖാല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, സുമ്മ ഇന്നഹു അത്തൽ അബ്റസ, പിന്നീട് ഈ മലക്ക് വന്നു. അൽ അബ്റസ, ഈ വെള്ളപ്പാണ്ടുകാരനായിരുന്ന ആൾക്ക് വന്നു. ഫി സൂറത്തിഹി വഹൈഅത്തിഹി, അയാളുടെ ആ പഴയ രൂപത്തിൽ, ഇയാൾ പണ്ടുണ്ടായ അവസ്ഥ ഉണ്ടല്ലോ, ആ ഒരു അവസ്ഥയിൽ ഈ മലക്ക് ഇയാൾക്ക് വന്നു. ഫഖാൽ, എന്ന് പറഞ്ഞ റജുലുൻ മിസ്കീൻ, ഒരു സാധുവായ മനുഷ്യരാണ്. ഖദ് ഇൻഖതഅത ബിഹി ബി അൽ ഹിബാൽ ഫി സഫരി ഫലാ ബലാഗ ലി അൽ യൗം ഇല്ലാ ബില്ലാഹ് സുമ്മ ബിക, ഞാനൊരു യാത്രക്കാരനാണ്, ഒരു മിസ്കീനാണ്, യാത്രാമധ്യേ എല്ലാം നഷ്ടപ്പെട്ടു പോയി, ഇനി തിരിച്ചെത്താൻ ഒരു മാർഗമില്ല, പഠിച്ചോളെ തൗഫീഖ് വേണം, പിന്നെ നിങ്ങളൊക്കെ വല്ലതും സഹായിച്ചെങ്കിലേ എനിക്ക് എത്താൻ കഴിയുള്ളൂ എന്ന് പറഞ്ഞു. അസ്അലുക ബില്ലദി അഅതാക ലൗനൽ ഹസൻ വൽ ജിൽദൽ ഹസൻ വൽ മാൽ, എനിക്ക് നല്ല തൊലിയും നല്ല നിറവും നല്ല സമ്പത്തുമെല്ലാം തന്ന റബ്ബിനെ മുൻനിർത്തി ഞാൻ എന്നോട് ചോദിക്കുന്നു, ബഈറൻ, ഒരു ഒട്ടകത്തെ തരുമോ? എങ്കിൽ അതബല്ലഗു ബിഹി ഫീ സഫരി, എനിക്കെൻ്റെ യാത്രയിൽ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താൻ ഉപയോഗിക്കാമല്ലോ, അതിന് പറ്റിയൊരു യാത്രക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഒട്ടകത്തെ എനിക്ക് നിങ്ങൾ നൽകുമോ എന്ന് ചോദിച്ചപ്പോൾ ഫഖാൽ, അപ്പോൾ അൽ ഹുഖൂഖ് കസീറ, ഒരുപാട് കമ്മിറ്റ്മെൻറ്റുകളുണ്ട്, കുറേ കൊടുക്കാണ്ട്, ഒരുപാട് ടൈറ്റാണ്, ഭയങ്കര ടൈറ്റാണ്. കോടാനും കൂടിയുള്ളവരാണ് ഏറ്റവും വലിയ ടൈറ്റ് ഉണ്ടായത്, ഒന്നുമില്ലാത്ത ടൈറ്റ് ഇല്ലല്ലോ. അപ്പോൾ ഭയങ്കര കണ്ടമാന ഹക്കുകൾ ഉണ്ട്, അങ്ങനെ ഇപ്പം തരാൻ പറ്റിയൊരു അവസ്ഥയിലല്ല എന്നർത്ഥം. ഫഖാൽ, അപ്പം ഈ മലക്ക് മലക്ക് അന്നി ഐഡിഫുക്ക്, എനിക്ക് നിങ്ങളെ പരിചയമുള്ള പോലെ ഉണ്ടല്ലോ, നിങ്ങളെവിടെയോ പരിചയമുള്ള പോലെയുണ്ട്. അലം തക്കുൻ അബ്റസ്, നിങ്ങളൊരു വെള്ളപ്പാണ്ടുകാരനായിരുന്നുവോ? യഖ്ദറുക നാസു ഫഖീറൻ, ആളുകൾക്ക് കണ്ടാലും ഒരു അറുപ്പ് കാണിക്കുന്ന ഫഖീറായ ഒരു വെള്ളപ്പാണ്ടുകാരനായിരുന്നോ നിങ്ങളങ്ങനെ പണ്ടെവിടെ കണ്ട പോലെ ഉണ്ടല്ലോ. ഫഖാൽ, അപ്പോൾ ഇയാൾ പറഞ്ഞു, അല്ല ഫഅഅതാകല്ലാഹു അസ്സ വജല്ല മാൽ, എന്നിട്ട് പിന്നെ പഠിച്ചവങ്ങൾക്ക് സ്വത്തൊക്കെ തന്ന് നിങ്ങളങ്ങനെ പണ്ടൊക്കെ വലിയ ബുദ്ധിമുട്ടും കഷ്ടപ്പാടൊക്കെ കഴിഞ്ഞ് പോയിട്ട് ഇപ്പോൾ പിന്നെ നിങ്ങളങ്ങനെ രക്ഷപ്പെട്ടു പോകുന്നതാണോ എന്ന് മലക്ക് ചോദിച്ചു. ഫഖാൽ ഇന്നമാ വറസ്തു ഹാദാ അൽ മാല കാബിറൻ അൻ കാബിർ, ഈ സ്വത്ത് ഞങ്ങളൊക്കെ പാരമ്പര്യമായിട്ട് കണ്ടമാനം മുതലുള്ള ആൾക്കാരാണ്, കാബിറൻ അൻ കാബിർ, തലമുറകളായി കൈമാറി പോകുന്ന സമ്പത്താണ് ഇതൊക്കെ. ആള് മാറിയിട്ടുണ്ടാവുന്നുണ്ട്, അങ്ങനത്തെ ആളൊന്നുമല്ല, എൻ്റെ വാപ്പ വലിയ ഒട്ടക മുതലാളിയായിരുന്നു, വലിയപ്പായ്ക്ക് കൊണ്ടുവരുന്നത് കുറേ, അങ്ങനെ കൈമാറി വന്നിട്ടാണ് ഇപ്പോൾ ഇതൊക്കെ ഉണ്ടായത് എന്ന് ഇയാൾ പറഞ്ഞു. ഫഖാൽ, അപ്പം മലക്ക് പറഞ്ഞു, ഇൻ കുൻത കാദിബ, നീ പറയുന്നത് കളവാണെങ്കിൽ ഫസയ്യറകല്ലാഹു ഇലാ മാ കുൻത, നീ പണ്ടെങ്ങനെയായിരുന്നുവോ ആ അവസ്ഥയ്ക്ക് റബ്ബ് നിന്നെ മാറ്റട്ടെ എന്നാ മലക്ക് പ്രാർത്ഥിച്ചു. വഅതൽ അഖറഅ, പിന്നീട് ഈ കഷണ്ടിയായിരുന്ന ആളടുക്കൽ ചെന്നു. ഫീ സൂറത്തിഹി, അയാളുടെ രൂപത്തിൽ. ഫഖാല ലഹു മിസ്ല മാ ഖാല ലിഹാദാ, ഇയാളുടെ പറഞ്ഞ പോലെ തന്നെ അയാളും പറഞ്ഞു. വറദ്ദ അലൈഹി മിസ്ല ഹാദാ, അയാളും അതേപോലെ തന്നെ പ്രതികരിച്ചു. സഹായിക്കാൻ പറ്റിയ സമയമല്ല, ഭയങ്കര ടൈറ്റാണ്, തരാൻ പറ്റില്ല, ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞ അയാളും അയാളുടെ പ്രയാസങ്ങളൊക്കെ പറഞ്ഞു നിർത്തും. ഫഖാൽ ഇൻ കുൻത കാദിബ ഫസയ്യറകല്ലാഹു ഇലാ മാ കുൻത, നീ പറഞ്ഞ കളവാണെങ്കിൽ നിന്റെ പൂർവ്വസ്ഥയിലേക്ക് റബ്ബ് നിന്നെ മാറ്റട്ടെ എന്ന് അവിടെയും പ്രാർത്ഥിച്ചു. അങ്ങനെ ഖാല, നബി തങ്ങൾ പറയാണ്, വഅതൽ അഅ്മാ ഫീ സൂറത്തി, പിന്നീട് അന്ധനായിരുന്ന മനുഷ്യൻ്റെ അടുക്കൽ അയാളുടെ രൂപത്തിൽ ചെന്നു. ഫഖാല റജുലുൻ മിസ്കീൻ വബ്നു സബീൽ ഖദ് ഇൻഖതഅത ബിഹിൽ ഹിബാൽ ഫീ സഫരി, മിസ്കീനായ ഒരു മനുഷ്യൻ,
വഴിയിൽ എല്ലാം നഷ്ടപ്പെട്ടു പോയ ഒരാൾ. അതുകൊണ്ട് ഫലാ ബലാഗനി അൽയൗം ഇല്ലാ ബില്ലാ സുമ്മ ബിക. എനിക്ക് ലക്ഷ്യത്തേക്ക് എത്തണമെങ്കിൽ പഠിച്ചോൻ്റെ തൗഫീഖ് വേണം, പിന്നെ നിങ്ങളൊക്കെ സഹായവും വേണം. അതുകൊണ്ട് അസ്അലുക ബില്ലദി റദ്ദ അലൈക ബസറക ഷാതൻ അതബല്ലഗു ബിഹാ ഫീ സഫരി. എനിക്ക് കണ്ണ് തിരിച്ചു തന്ന റബ്ബിനെ മുന്നിട്ട് ഞാൻ ചോദിക്കുന്നു, ഒരു ആടിനെ തരുമോ? ആ ആട് എനിക്കെൻ്റെ യാത്രയിൽ എനിക്കൊരു ഉപകാരമായി മാറും. ഫഖാൽ, അപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു, ഖദ് കുന്തു അഅ്മ, ഞാനൊരു അന്ധനായിരുന്നു. ഫറദ്ദല്ലാഹു ഇലയ്യ ബസരി, എനിക്ക് റബ്ബിൻ്റെ കാഴ്ച തിരിച്ചു തന്നതാണ്. അവിടെ ഫഖുദ് മാ ശിഅ്ത, എനിക്ക് ഏത് വേണ്ടി എടുത്തു പറഞ്ഞു. ഒന്നും ആക്കണ്ട, എനിക്ക് ഏത് വേണോ ഒക്കെ എടുത്തു. ഞാൻ പണ്ട് ഒന്നുമില്ലാത്ത ആളായിരുന്നു, പിന്നെ പഠിച്ചു എനിക്ക് തന്നു, അല്ലെന്തില്ല വലിയ സുഖമായി. എനിക്ക് എന്താ വേണ്ടി നീ എടുത്തോ. വദഅ് മാ ശിഅ്ത, ആവശ്യമില്ലാത്ത അവിടെ വെച്ചോ, ഇഷ്ടമുള്ളതൊക്കെ എടുത്തുകൊണ്ട് വയ്ക്കുവാണ്. ഫവല്ലാഹി ലാ അജ്ഹദുക അൽയൗമ ബിശൈഇൻ അഖദ്തഹു ലില്ലാഹ്, നീ ഏതെടുത്താലും അതിൻ്റെ പേരിൽ ഒരു പ്രയാസം ഞാൻ ഉണ്ടാക്കില്ല, പഠിച്ചവനാണ് സത്യം. കാരണം ഞാൻ എൻ്റെ പഴയ കാലം വളരെ പ്രയാസമായിരുന്നു, അവിടെ നിന്നൊക്കെയാണ് ഇങ്ങനെയൊക്കെ എത്തിപ്പെട്ടത്. അതുകൊണ്ട് എനിക്കൊരു പ്രശ്നമില്ല, എനിക്ക് ഏതാണോ വേണ്ടി എടുത്തു, നീ ഏതെടുത്താലും അതിൻ്റെ പേരിൽ ഒരു പ്രയാസം ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ എടുക്കുമ്പോണ്ടല്ലോ, എന്നാലും അവന് ആ നല്ലൊക്കെ എടുത്തു എന്നുള്ളത് അത് അപ്പോൾ ഉണ്ടാവില്ല, എനിക്ക് ഇഷ്ടമുള്ളത് നീ എടുത്തോ എന്ന് ഇയാൾ പറഞ്ഞു. ഫഖാൽ അംസിക് മാലക്, വേണ്ട, എൻ്റെ സ്വത്ത് നീ തന്നെ വെച്ചോ. ഫഇന്നമാ ഉബ്തുലീതും, യഥാർത്ഥത്തിൽ നിങ്ങൾ പരീക്ഷിക്കപ്പെട്ടതാണ്. ഫഖദ് റളിയല്ലാഹു അൻക, റബ്ബ് നിന്നെ തൃപ്തിപ്പെട്ടിരിക്കുന്നു. വസഖത അലാ സ്വാഹിബൈക, ഇന്ന് രണ്ട് കൂട്ടുകാരുടെ കാര്യത്തിൽ പടച്ച റബ്ബ് കോപിക്കുകയും ചെയ്തിരിക്കുന്നു എന്ന് പ്രതികരിച്ചിരിക്കുന്നു. റവാഹുൽ ബുഖാരിയു വ മുസ്ലിം, ഇമാം ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസ്. അപ്പോൾ നിഅ്മത്ത് കിട്ടുമ്പോൾ റബ്ബിനെ മറക്കുന്ന ആളുകൾ, അവിടെ പിന്നെ അള്ളാഹിനെ മറന്നിട്ട് ഇതൊക്കെ നമ്മൾ പണ്ടൊക്കെ പണ്ടുള്ളതാണ്, പാരമ്പര്യമായി കിട്ടിയതാണ്, അതൊക്കെ എൻ്റെ ഒരു ബുദ്ധിസാമർത്ഥ്യം കൊണ്ടാണ്, എൻ്റെ ഒരു കഴിവ് കൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പഠിച്ചോനെ മറന്നിട്ട് തൻ്റെ മികവാക്കി അതിനെ കാണിക്കുന്നത് പടച്ച റബ്ബിന് ഇഷ്ടമുള്ളതല്ല എന്നാണ് ഈ ഹദീസ് നമ്മെ പഠിപ്പിക്കുന്ന പാഠം. എപ്പോഴും ധാരാളമായി സംഭവിക്കുന്ന കാര്യമൊക്കെ ഒരു കാലത്ത് ഒറ്റ കഷ്ടപ്പാടായിരിക്കും, പക്ഷെ അങ്ങനെ കഴിഞ്ഞ് മാറി ഭയങ്കര ഉഷാറായി വന്നാൽ പിന്നെ ആ അവസ്ഥയോട് മറന്നിട്ട് പിന്നെ ഓനതൊന്നും ഓർമ്മ ഉണ്ടാവില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഹുഖൂഖ് കസീറ, ആര് വന്നാലും പറയും ഭയങ്കര ടൈറ്റാണ്, ഭയങ്കര പ്രശ്നമാണ് എന്ന് പറഞ്ഞ് ഓനെ ഈ ബുദ്ധിമുട്ടും പറഞ്ഞിട്ട് ഇതൊക്കെ അല്ലാതെ മറന്നു പോകുന്ന അവസ്ഥ പലപ്പോഴും ഉണ്ടാകുന്നത്. വഹാദ ഹദീസുൻ അളീം, ഇത് വല്ലാത്തൊരു ഹദീസാണ്. ഫീഹി മുഅ്തബർ, ഇതിൽ ഗുണപാഠമുണ്ട്. ഫഇന്നൽ അവ്വലൈനി ജഹദ നിഅമത്തല്ലാഹി, ആദ്യത്തെ രണ്ടുപേർ അല്ലാഹുവിന്റെ നിഅമത്തിനെ അവർ നിഷേധിച്ചു. വലം യൻസിബാഹ ഇലൈഹി, അതിനവർ അല്ലാഹുവിലേക്ക് ചേർത്തി പറഞ്ഞില്ല. വമനഅ ഹഖ്ഖല്ലാഹി ഫീ മാലിഹിമാ, ആ സമ്പത്തിൽ റബ്ബിന് വേണ്ടി ചെലവഴിക്കേണ്ട ബാധ്യതകളെ അവൻ തടഞ്ഞു വെക്കുകയും ചെയ്തു. ഫഹല്ല അലൈഹിമാ സഖ്തുല്ലാഹി, അല്ലാഹുവിന്റെ കോപം വന്നിറങ്ങി. വസുലിബത് മിൻഹുമാ അൻ-നിഅമ, ആ സമ്പത്തിൽ നിന്ന് നിഅമത്ത് ഊരപ്പെടുകയും ഒഴിവാക്കപ്പെടുകയും ചെയ്തു. വൽ ആഖർ, എന്ന മറ്റാളോ ഇഅ്തറഫ ബി നിഅമത്തില്ലാ, അല്ലാഹുവിന്റെ നിഅമത്തെ അംഗീകരിച്ചു. വനസബഹ ഇലൈഹി വഅദ്ദ ഹഖ്ഖല്ലാഹി ഫീഹാ, റബ്ബിലേക്ക് ചേർത്തി പറഞ്ഞു, ആ ഹക്ക് അയാൾ കൊടുക്കാൻ തയ്യാറായി. ഫസ്തഹഖ റിളാ മിനല്ലാഹ്, റബ്ബിൻ്റെ തൃപ്തിക്ക് അവൻ അർഹനായി മാറി. വവഫറല്ലാഹു മാലഹു ലിഖിയാമിഹി ബിശുക്രി നിഅമതി, ആ നിഅമത്തിൽ ശുക്ർ കാണിച്ചതാൽ റബ്ബ് അവന് സമ്പത്ത് പൂർണ്ണമായി നൽകുകയും ചെയ്തു. ഖാല ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ്, ഇബ്നു ഖയ്യിം പറയാണ്, അസ്ലു ശുക്രി ഹുവൽ ഇഅ്തിറാഫു ബിഇൻആമിൽ മുൻഇമി അലാ വജ്ഹിൽ ഖുദൂഇ ലഹു വദ്ദുല്ലി വൽ മഹബ്ബ. എന്താ ശുക്രതാണ്? ശുക്ർ ചെയ്യാൻ എന്താണ്? അത് ഒന്ന് ഹുവൽ ഇഅ്തിറാഫ്, അംഗീകരിക്കുക, സമ്മതിക്കുക. ബിഇൻആമിൽ മുൻഇമി, അനുഗ്രഹദാതാവിൻ്റെ അനുഗ്രഹത്തെ അംഗീകരിക്കലാണ് ശുക്രിൻ്റെ അസ്ലി. ഇത് പഠിച്ചോൻ തന്നതാണ്, അള്ളാഹിൻ്റെ ഫളലാണ് എന്ന് സമ്മതിക്കുക, അതാണ് ശുക്രിൻ്റെ ഒന്ന്. അലാ വജ്ഹിൽ ഖുദൂഇ ലഹു, അവന് കീഴ്പ്പെട്ടുകൊണ്ട്. വദ്ദുല്ലി വൽ മഹബ്ബ, റബ്ബിന് വിനയപ്പെട്ടും വിധേയപ്പെട്ടും അള്ളാഹിനെ സ്നേഹിച്ചും അള്ളാഹ് കീഴ്പ്പെട്ടും കൊണ്ട് ഇത് പഠിച്ചോൻ്റെ ഔദാര്യമാണ് ഇത് സമ്മതിക്കുക, അതാണ് ശുക്രിൻ്റെ അസ്ലി. ഫബല്ല, അപ്പം ഇതിന് ഏതൊന്നും ഇല്ലാതായാലോ ശുക്രില്ലാർത്ഥം. ഈ പറയപ്പെട്ട ഏതെങ്കിലും ഒന്ന് ഇവിടെ പറഞ്ഞപ്പോൾ ഒന്ന് ഇഅ്തിറാഫ്, ഖുദൂഅ്, ദുല്ല്, മഹബ്ബത്ത്, ഇതെല്ലാം ഉള്ളതാണ് ശുക്ർ. അപ്പം ഇതിന് ഒന്നില്ലാതായാൽ അത് ശുക്രിന് കുറവാകും. ഫമൻ ലം യഅരിഫ് നിഅമ, ഒരാൾ നിഅമത്ത്
അംഗീകരിച്ചില്ല, അറിഞ്ഞില്ല. ബൽക്കാന ജാഹിലൻ ബിഹ, ആ നിഅമത്ത് അവൻ ജാഹിലാണ് എങ്കിൽ ലം യഷ്കുറുഹ, അവൻ ശുക്ർ കാണിക്കൂല. ഇങ്ങനത്തെ നിഅമത്തുണ്ട് അറിയില്ല എന്നാ അവന് ശുക്ർ കാണിക്കുന്ന ഒരു തോന്നലുണ്ടാവില്ലല്ലോ, അറിയുമ്പോഴല്ലേ ഉണ്ടാവുള്ളൂ. വമൻ അറഫ, അറിഞ്ഞു, പക്ഷെ വലം യഅരിഫൽ മുൻഇമ ബിഹ, ആ നിഅമത്ത് തന്നവൻ അറിഞ്ഞില്ല. നിഅമത്തിന് ബോധ്യമുണ്ട്, പക്ഷേ ആര് തന്നു എന്ന ബോധമൊന്നുമില്ല എങ്കിലോ ലം യഷ്കുറുഹ അയ്ളൻ, അവനും ശുക്ർ കാണിക്കുകയില്ല. വമൻ അറഫ നിഅമത വൽ മുൻഇമ, ഈ നിഅമത്തിനെ അറിയാം, തന്നവനെയും അറിയാം. ലാകിൻ ജഹദഹ, നിഷേധിക്കുന്നു എങ്കിൽ കമാ യജ്ഹദുൽ മുൻകിറു അൻ നിഅമത വൽ മുൻഇമ അലൈഹി ബിഹ, നിഅമത്തിനെയും മുൻഇമിനെയും നിഷേധിക്കുന്നവനെ പോലെ ഫഖദ് കഫറഹ, അപ്പോൾ അവനത് നിഷേധിച്ചവനാണ്. അറിയാമല്ല, പക്ഷെ കുഫ്ർ ചെയ്തു എന്നർത്ഥം. അവൻ അറഫ നിഅമത വൽ മുൻഇമ ബിഹ, ഇനി നാലാമതൊരുത്തൻ നിഅമത്ത് അറിയാം, മുൻഇമിനെയും അറിയാം. വഅഖറ ബിഹ, അത് അംഗീകരിക്കുകയും ചെയ്തു. വലം യജ്ഹദ്ഹ, നിഷേധിച്ചിട്ടുമില്ല. വലാകിൻ ലം യഖ്ദഅ ലഹു, പക്ഷെ അവന് കീഴ്പ്പെടാൻ തയ്യാറില്ല. ഇതൊക്കെ പഠിത്തം തന്നതിനാണ്, പക്ഷേ അതിന് പേര് ഒരു വിധേയത്വം ഒരു വിനയൊന്നും കാണിക്കുന്നില്ല. വലം യുഹിബ്ബഹു വയർള ബിഹി വഅൻഹു, അതിൽ തൃപ്തിപ്പെടുകയോ അള്ളാഹിനെ കാഴ്ച അള്ളാഹിനെ സ്നേഹിക്കുകയോ ആ നിഅമത്തിൽ തൃപ്തിയാവുകയോ ഒന്നും ചെയ്യുന്നില്ല എങ്കിൽ ലം യഷ്കുറുഹു അയ്ളൻ, അവനും ശുക്ർ കാണിക്കുകയില്ല. അപ്പം അഞ്ചാക്കും ശുക്ർ ചെയ്യാൻ കഴിയില്ല. എന്നാൽ വമൻ അറഫഹ, അറിഞ്ഞു, വഅറഫൽ മുൻഇമ ബിഹ, നൽകിയവനെയും അറിഞ്ഞു, വഅഖറ ബിഹ, അത് അംഗീകരിക്കുകയും ചെയ്തു, വഖദഅ ലിൽ മുൻഇമി ബിഹ, മുൻഇമിനെ കീഴ്പ്പെടുകയും ചെയ്തു, വഅഹബ്ബഹു, അത് ഇഷ്ടപ്പെടുകയും ചെയ്തു, വറളിയ ബിഹി, ആ മുൻഇമിനെ തൃപ്തിപ്പെടുകയും ചെയ്തു, വഅൻഹു, ആ നിഅമത്തിനെ കാഴ്ച തൃപ്തിയായി, വസ്തഅമലഹ ഫീ മഹാബിഹി വതഅതിഹി, ആ തന്നവന് ഏത് വഴിക്കാണോ ഇഷ്ടം ആ വഴിയിൽ തന്നെ ഉപയോഗിക്കുകയും ചെയ്തു എങ്കിൽ ഫഹാദാ ഹുവ ശാകിറു ലഹ, അവനാണ് ശുക്ർ കാണിക്കുന്നവൻ. അപ്പം നിഅമത്ത് മനസ്സിലാകണം, ആ നിഅമത്ത് തന്നവനാരാണ് അവൻ അറിയണം, അത് അവൻ അംഗീകരിക്കണം. എനിക്കവൻ തന്നതാണ് അംഗീകരിക്കണം, എന്നിട്ട് അവന് കീഴ്പ്പെടണം, അവനെ സ്നേഹിക്കണം. അതോടൊപ്പം തന്നവൻ ഇത് എങ്ങനെ ഉപയോഗിക്കാനാണോ എന്നോട് റബ്ബ് ആവശ്യപ്പെട്ടത് അതൊക്കെ അക്കും മാത്രം നോക്കി ഹറാമും ഹലാലും നോക്കി അവനെ വിനിയോഗിക്കുകയും വേണം. എങ്കിൽ അങ്ങനെയുള്ളവനാണ് യഥാർത്ഥ ശുക്ർ ചെയ്യുക. ഫലാ ബുദ്ദ ഫി ശുക്രി മിൻ ഇൽമിൽ ഖൽബി, അപ്പോൾ ശുക്രിൽ ഖൽബിൻ്റെ അറിവ് പ്രധാനമാണ്. വഅമലിൻ യത്തബിഉൽ ഇൽമ, ആ ഇൽമിനെ തുടർന്ന് വരുന്ന അമലും നിർബന്ധമാണ്. വഹുവൽ മൈലു ഇലൽ മുൻഇമി വമഹബ്ബതിഹി വൽ ഖുദൂഇ ലഹു, മുൻഇമിലേക്കുള്ള ചായ്വ്, അവനോടുള്ള ഇഷ്ടം, അവന് കീഴ്പ്പെടുക എന്ന അമലും വേണം. അപ്പം ശുക്ർ ഉണ്ടാകണമെങ്കിൽ ഇൽമും വേണം, അമലും വേണം. ഈ നിഅമത്തിനെ ഖൽബ് കൊണ്ടറിയണം, മുൻഇമിനെ ഖൽബ് കൊണ്ടറിയണം. അതോടൊപ്പം അതിന് അമല് വേണം. അമലെന്താണ്? അവനെ കീഴ്പ്പെടുക, അത് അംഗീകരിക്കുക, അതിൽ തൃപ്തി അടയുക, അതിന് വിധേയത്വം കാണിക്കുക, എന്ന് അവൻ ഇഷ്ടപ്പെട്ട വഴിയിൽ മാത്രം അതിനെ കൈകാര്യം ചെയ്യുക. ഈ ഖൽബിൻ്റെ ഇൽമും ഈ അമലും ഉണ്ടെങ്കിൽ മാത്രമേ ഒരാൾക്ക് ശുക്ർ ചെയ്യാൻ കഴിയുകയുള്ളൂ, അല്ലെങ്കിൽ ശുക്ർ ചെയ്യാൻ കഴിയുകയില്ല എന്ന് ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നു. അപ്പം നിഅമത്ത് തന്നോനെ മറക്കുകയാണ്, മറ്റു പലതിലേക്കും ചേർക്കുകയാണ്. അത് ഒരുപാട് വിഷയത്തിൽ വരും, പല കാര്യത്തിലും, പ്രത്യേകിച്ച് ഈ അദൃശ്യമാർഗത്തിൽ വരുന്ന മല്ലത്തൊക്കെ ഉണ്ടാവും. ഏതെങ്കിലും ആൾ എന്തെങ്കിലും കൊടുക്കുക, അവിടെ വെച്ചാൽ മതി അറിയും, അത് ആ നൂലിട്ടിയാൽ മതി, അല്ലെങ്കിൽ ആ ക്യാഷ് കൗണ്ടറിൽ ഒരു 8 രൂപ കോയിൻ അത് കാലൊക്കെ അവിടെ വെച്ചാൽ മതി, അത് വെച്ചതിന് ശേഷം പിന്നെ എനിക്കൊരു പ്രശ്നമില്ല, അല്ലെങ്കിൽ അവിടെ ചെന്നതിന് ശേഷം എനിക്കൊരു പ്രയാസമില്ല, ഇയാളത്ത് പോയി തുടങ്ങിയ ശേഷം പിന്നെ എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ നിഅമത്തിനെ തന്നവരിലേക്കല്ലാതെ ചേർത്തി പറയുന്നു. കാരണക്കാർ പലരും ഉണ്ടാവാം, ആ നിഅമത്ത് റബ്ബ് നമുക്ക് എത്തിക്കാൻ പലരെയും അല്ലാഹു തആല കാരണമായി ഉപയോഗിച്ചിട്ടുണ്ടാവും. അത് കാരണക്കാരനാണ്. ഓനോട് ആ നിലയ്ക്കുള്ള ശുക്ർ ഓരോന്നും ചെയ്യാം, അത് നബി അംഗീകരിച്ചതാണ്. മല്ലം യഷ്കുരിൻ നാസ് ലം യഷ്കുരില്ലാ, ജനങ്ങളോട് ശുക്ർ കാണിക്കാത്തവൻ അള്ളാഹിനോടും ശുക്ർ കാണിക്കുകയില്ല നബി പറഞ്ഞു. അത് ശുക്ർ ചെയ്യാം. ഒരാളുടെ കയ്യാൽ നമുക്കത് വന്നു ചേർന്നു, അയാൾ കാരണമായിട്ട് അയാൾ വിളിച്ചു പറഞ്ഞു, അയാൾ അതിന് ഒരു ഇടപെട്ടു, അയാൾ അതിൽ ഒരു കാരണക്കാരനായി മാറി, അയാൾ നമുക്ക് വേണ്ടി പരിശ്രമിച്ചു, അതൊക്കെ ഇത് കിട്ടാൻ കാരണമായി. പക്ഷെ തന്നവനാരാ? പഠിച്ചവനാണ്, ഇയാളല്ല തന്നത് പഠിച്ചവനാണ്. ഈ തന്നോനെ മറക്കുക, അല്ലാത്തവനെ ഓർക്കുകയും അവനിലേക്ക് ചേർക്കുകയും എല്ലാം അവനെ കൊണ്ടാണ് എന്ന് വിചാരിക്കുകയും ചെയ്തവൻ. പ്രത്യേകിച്ച് റബ്ബിൽ നിന്ന് മാത്രം ലഭിക്കുന്ന കാര്യങ്ങൾ പോലും, രോഗശമനം, ഹിദായത്ത്, ഈമാന്,
ഇൽമ് അടക്കമുള്ള കാര്യങ്ങൾ പോലും ഒക്കെ അവിടെ ആ കബറിൽ ചെന്ന ശേഷം പിന്നെ എനിക്ക് ആ സോക്കേട് മാറി എന്ന് പറയാം. സോക്കേട് മാറ്റിയത് അള്ളയാണ്. അവിടെ പോയതൊരു പക്ഷേ കാരണമായിട്ടുണ്ടാകാം ഓനെ പരീക്ഷിക്കാൻ വേണ്ടി, ഇവനെ പരീക്ഷിക്കാൻ വേണ്ടി അത് കാരണമാക്കി റബ്ബ് നിശ്ചയിച്ചിട്ടുണ്ടാവാം. പക്ഷേ തന്നോനെ മറക്കുകയും അല്ലാത്തവരേക്ക് ചേർത്തി പറയുകയും ചെയ്യുന്ന രീതികൾ ആളുകളിൽ വ്യാപകമാണ്. ഇതൊക്കെ ശിർക്കിൻ്റെ ഇനങ്ങളിൽ വരുന്ന അല്ലെങ്കിൽ ശിർക്ക് നിമിത്തമായി വരുന്ന കാര്യങ്ങളായിട്ടാണ് ഷെയ്ഖ് ഹഫിളഹുല്ല ഇവിടെ ഓർമ്മപ്പെടുത്തുന്നത്. 9 കാര്യങ്ങൾ പറഞ്ഞു, ആ ഭാഗം അവസാനിച്ചു. ഇനി അശ്ശിർക്കുൽ അസ്ഗർ, ചെറിയ ശിർക്ക്. വലിയ ശിർക്ക് നമ്മൾ പറഞ്ഞു മതത്തിൽ നിന്ന് തന്നെ പുറത്തു പോകുന്നതാണ് വലിയ ശിർക്ക്. മുഖ്രിജും മിനൽ മില്ല, ഇസ്ലാമിക മില്ലത്തിൽ നിന്ന് ഒരാളെ പുറത്തു പോകാൻ കാരണമാകുന്നതാണ് വലിയ ശിർക്കുകൾ. ഇനി ചെറിയ ശിർക്കുകൾ, അതുകൊണ്ട് നേക്കുന്ന ഇസ്ലാമിന് പുറത്തു പോകണില്ല, കാഫിറായി പോവുകയില്ല, പക്ഷെ ഈമാനിൽ കുറവ് വരും, തൗഹീദിൽ കുറവുണ്ടാവും, പോയമുണ്ടാവും, ഈമാനിൽ കുറവുണ്ടാവും. അതാണ് ചെറിയ ശിർക്കുകൾ. തൗബ ചെയ്താൽ തിരിച്ചു പോരാൻ പറ്റും. അശ്ശിർക്കുൽ അസ്ഗർ യുൻഖിസു തൗഹീദ വയുഹില്ലു ബിഹി. ചെറിയ ശിർക്ക് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പിന്നെ ഹദ് എന്താണ്? യുൻഖിസു തൗഹീദ്, തൗഹീദിൽ കുറവ് വരുത്തും. വയുഹില്ലു ബിഹി, അതിൽ പോരായ്മ ഉണ്ടാക്കും. അതിനാണ് ശിർക്കുൽ അസ്ഗർ. തൗഹീദ് പൂർണ്ണമായും ഇല്ലാതാകുന്നില്ല, ഈമാൻ നഷ്ടപ്പെട്ട് കാഫിറായി പോണില്ല, അവൻ മുഅ്മിനാണ്, തൗഹീദുള്ളവനാണ്. ആ തൗഹീദിൽ ചെറിയൊരു പാളിച്ച, ഒരു വ്യതിയാനം അത് ആ രംഗത്ത് വന്നു. അതോടുകൂടി ഓ മുസ്ലിക്കായി പറയാൻ പറ്റുന്നില്ല, ഓ മുസ്ലിക്കായി, ഓ കാഫിറായി പറയാൻ പറ്റില്ല. അവിടെ തൗഹീദിൽ കുറവുണ്ട്, തൗഹീദിൽ ഒരു അബദ്ധമുണ്ട്, തൗഹീദിൽ ഒരു വ്യതിയാനമുണ്ട് എന്ന് പറയാം. അപ്പോൾ തൗഹീദിൽ തെറ്റിയാൽ പിന്നെ ഓ മുസ്ലിക്കല്ലേ അത് ചോദിക്കാൻ പറ്റില്ല, അങ്ങനെ പറഞ്ഞുകൂടാ. അത് പറ്റും. ഏത് പരിപൂർണമായ മതത്തിൽ നിന്ന് പുറത്തു പോണ കുഫ്റോ ശിർക്കാണ് ചെയ്തതെങ്കിൽ അത് പറയാം. മറ്റേതല്ല, തൗഹീദിൽ കുറവ് സംഭവിക്കുന്നു, അതിൽ ചില പോരായ്മകൾ, ന്യൂനതകൾ സംഭവിക്കുന്നു. അതാണ് അഹ്ലുസുന്നയും അല്ലാത്ത നമ്മുടെ വ്യത്യാസം തന്നെ. ഖവാരിജുകൾ, മുഅ്തസിലിയാക്കളൊക്കെ പറഞ്ഞതാണ് ഈ വക പാപങ്ങൾ നിന്നുകൂടി അവിടെ ഈമാൻ തന്നെ ഇല്ലാതായി പോകുന്നതാണ്. ഖവാരിജുകൾ പറഞ്ഞു ഈമാൻ ഇല്ലാതായി പോയി കാഫിറാവും. മുഅ്തസിലിയാക്കൾ പറഞ്ഞു ഈമാൻ പോകും പക്ഷെ കാഫിറാവുകയില്ല. ഇതാണ് വ്യത്യാസം. അല്ല, ഇപ്പുറത്ത് മറ്റു സംഘങ്ങൾ പറഞ്ഞതാണോ ഒരു പ്രശ്നമില്ല, എന്ത് തെറ്റ് ചെയ്താലും ഒരു കുറവ്, ഈമാൻ ബാധിക്കൂല എന്ന് പറഞ്ഞത്. അഹ്ലുസുന്ന അവിടെ വസത്തിയാണ്, മധ്യമ നിലപാടാണ്. 2 ഭാഗത്ത് തെറ്റിപ്പോയ ആളുകൾ. ഒരു വിഭാഗം പറഞ്ഞത് വൻപാപം ചെയ്താൽ പിന്നെ ഈമാൻ കൊണ്ട് കാര്യമില്ല, ഈമാൻ നഷ്ടപ്പെട്ടു പോയി, കാഫിറായി പോയി എന്ന് പറഞ്ഞത് മുതൽ കാഫിറാവുകയില്ല പക്ഷെ മുഅ്മിനല്ല എന്ന് പറഞ്ഞവരെ വരെ. ഇപ്പുറത്ത് എന്ത് തെറ്റ് ചെയ്താലും ഈമാൻ യാതൊരു കുറവും വരികയില്ല, ഈമാൻ പരിപൂർണമാണ്, സമ്പൂർണമായ മുഅ്മിനാണ് എന്ന് വാദിക്കുന്ന ആളുകൾ ഇപ്പുറത്തും വഴുതികൾ. രണ്ടിനും മധ്യയാണ് അഹ്ലുസുന്ന. വൻപാപം ചെയ്താൽ കാഫിറാവുകയില്ല, ഈമാൻ ഉണ്ട്, മുഅ്മിനാണ്. എന്നാൽ ഈമാനിൽ കുറവ് സംഭവിക്കും, പോരായ്മകൾ സംഭവിക്കും. അത് പരിഹരിക്കാൻ എന്താണോ അല്ലാഹു റസൂൽ പഠിപ്പിച്ച വഴി അത് ചെയ്താൽ പരിഹരിക്കാൻ പറ്റും. അതിൻ്റെ ആൾ നരകത്തിൽ ശാശ്വതനാവുകയില്ല. ഖവാരിജിന്റെ വാദപ്രകാരം ഓ നരകത്തിൽ ശാശ്വതനാണ്, മുഅ്തസിലികളുടെ വാദപ്രകാരം നരകത്തിൽ ശാശ്വതനാണ്. ഒരു കൂട്ടർ പറഞ്ഞത് ഓ കാഫിറാണ്, നരകത്തിൽ ശാശ്വതമാണ്, ഓന് ശഫാഅത്തില്ല, ഓന് മഗ്ഫിറത്തില്ല, ഒന്നുമില്ല. മറ്റേ കൂട്ടർ പറഞ്ഞ് നരകത്തിൽ ശാശ്വതമാണ്, കാഫിറല്ല, മുഅ്മിനല്ല, മുഅ്മിനല്ല പക്ഷെ കാഫിറുമല്ല, നരകത്തിൽ ശാശ്വതമാണ്, ഓന് ശഫാഅത്ത് കിട്ടൂല, ഒരു മഗ്ഫിറത്ത് കിട്ടൂല, ഒരു കാലത്തും ഓൻ സ്വർഗത്തിലേക്ക് വിട്ട് പിന്നെ എത്തുകയുമില്ല. ഖാലിദുൻ മുഖല്ലദുൻ ഫീഹ, നരകത്തിൽ നിത്യവാസിയാണ്. പിന്നെ വ്യത്യാസം എന്താണ്? മറ്റോനേക്കാളും ശിക്ഷ അവന് ആപേക്ഷികമായി കുറവുണ്ടാവുന്നേ ഉള്ളൂ. മറ്റൊരു കിട്ടുന്ന ശിക്ഷ അത്ര കിട്ടൂല, പക്ഷെ ഇവനും കാലാകാലം നരകത്തിലാണ് എന്നാണ് അവൻ്റെ വാദം. അപ്പം എൻ്റെ ഉമ്മത്തിലെ വൻപാപികൾക്ക് ശഫാഅത്തുണ്ട് എന്ന് ഹദീസ് കാണാം. ആ ഹദീസ് പറ്റില്ല, ആ ഹദീസ് ശരിയല്ല. ആ ഹദീസ് എടുത്താൽ ഈ അസ്ല് പൊടിയും. അപ്പോൾ ആ ഹദീസ് വേണ്ട, ഹദീസ് ഒഴിവാക്കി. കാരണം ഹദീസ് തങ്ങളുണ്ടാക്കിയ അസ്ലിന് ഈ ഹദീസ് എതിരാവും. അതാണ് ഇല്ലാത്ത അസ്ൽ ഉണ്ടാക്കുമ്പോൾ. ഇല്ലാത്ത അസ്ൽ ഉണ്ടാക്കിയാൽ പല ആയത്തും ഹദീസും ഇതിനോട് യോജിക്കാതായി വരും. അപ്പോൾ അതൊക്കെ ഒന്നുകിൽ നിഷേധിക്കേണ്ടി വരും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ ന്യായം പറഞ്ഞ് തൽക്കാലം അതിനെ വ്യാഖ്യാനിച്ച് ഒപ്പിക്കേണ്ടി വരും. അതാണ് ഇല്ലാത്ത അസ്ല് പറയുമ്പോഴുള്ള പ്രത്യേകത. കാരണം ഇത് മൊത്തം വഹയാണ്, ഖുർആനും ഹദീസും മുഴുവൻ വഹയാണ്. അത് പരസ്പരം ഒരു കെട്ടിടം പോലെയാണ്. മതം എന്നുള്ളത് ഒരു കെട്ടിടം പോലെയാണ്, അത് എല്ലാം പരസ്പരം ബാലൻസ്ഡാണ്. അല്ല നമ്മൾ സാധാരണ ഒരു തലയിട്ടാണ് പോയിക്കാണ്ട് മേപ്പെടുത്തുമ്പോഴല്ല ഈ വാർപ്പിനെ പറ്റി ആലോചിക്കരുത്. തല ഇടാൻ പോണ മുമ്പ് തന്നെ ആലോചിക്കും എത്ര ഫ്ലോർ വേണം, അതിന് എന്തൊക്കെ മെറ്റീരിയൽസ് ഉപയോഗിക്കും, എത്ര വെയിറ്റ് വരും, അതൊക്കെ നോക്കിയിട്ടാണ് അടിയിക്ക് കുഴിക്കൽ. ഒരു ബിൽഡിംഗ് ഉണ്ടാക്കുമ്പോൾ അടിയിക്ക് കുഴിക്കൽ പോലും എത്ര താഴോട്ട് പോകണം തീരുമാനിക്കണമെങ്കിൽ ബിൽഡിംഗ് എത്ര മേപ്പോട്ട് പോകുന്നത് ആദ്യം തീരുമാനിക്കണം. അല്ലാതെ ആദ്യപ്പാട് തലട്ട് പോകാൻ മേപ്പോട്ട് എത്തുമ്പോൾ ആ പൈസ കേസ് 10-20 നില അപ്പം ഉണ്ടാക്കാം എന്ന് പറയില്ല.
അത് എത്ര മേലോട്ട് പോകണം തീരുമാനിച്ചെങ്കിലേ അതിനനുസരിച്ച് ഫൗണ്ടേഷൻ അവർക്ക് ഇടാൻ പറ്റും. അതാണ് ഇസ്ലാം. ഇത് പരസ്പരം കംപ്ലീറ്റ് ബാലൻസ് ചെയ്ത് നിൽക്കുകയാണ്. അതിൽ ഒന്ന് നമ്മൾ ഇളക്കിയിട്ട് അവിടെ എന്തെങ്കിലും മാറ്റം വരുത്തിയാൽ അത് അവിടെ മാത്രമല്ല വരിക, അതെല്ലാത്തിനും അതിൻ്റെ ഒരു 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 ബാലൻസ് ഇല്ലായ്മ അത് അവിടെ എന്തായാലും വരാക്കൂല. അല്ല ഇത് മാത്രം മാറ്റിക്കാൻ കഴിയൂല. ആ ഒരു വിഷയം മാത്രം മാറ്റുക, അത് ശരിയല്ല, അവിടെ എന്തോ പ്രശ്നം, അത് മാറ്റിക്കാൻ പറ്റില്ല. അത് മാറ്റുമ്പോൾ അപ്പുറത്ത് ഇളകും, അല്ലെങ്കിൽ അപ്പുറത്ത് ഇളകും. അപ്പം എല്ലാത്തിനും ആ ഒരു ബാലൻസ് തെറ്റുന്ന അവസ്ഥ ഉണ്ടാകും. അതാണ് എല്ലാവർക്കും സംഭവിച്ചത്. അവരെ വക പുതിയ ചില അടിസ്ഥാനങ്ങൾ ഉണ്ടാക്കി വെച്ചു. അശ്അരികൾ, മാതുരീദികൾ, മുഅ്തസിലികൾ, ജഹ്മികൾ, ജബരികൾ, ജഅദികൾ, ഖദരികൾ തുടങ്ങി എല്ലാവരും ചെയ്ത പണിയാണ്. അവരുടേതായ ഒരു പുതിയൊരു ഫ്രെയിം ഉണ്ടാക്കി. അതിനനുസരിച്ച് ഇസ്ലാമിനെ അവർ ഒപ്പിക്കാൻ നോക്കി. അപ്പോൾ ഒപ്പിക്കാൻ നോക്കുമ്പോൾ ചില ആയത്തിൻ്റെ ഹദീസൊന്നും ഇതിന് ഒക്കൂല. അപ്പോൾ അതൊക്കെ വെട്ടി ഒഴിവാക്കുക. അത് ഏറെയാണ്, പറ്റില്ല, ഇത് ശരിയല്ല എന്നാൾക്ക് വെട്ടി ഒഴിവാക്കിയിട്ടത് ലെവലാക്കി എടുക്കാൻ നോക്കുക. അതാണ് അവർ ചെയ്ത പണി. അതെ, അതായത് എല്ലാം അതേപോലെ സ്വീകരിച്ചോളന്നില്ല. ചില അടിസ്ഥാനങ്ങൾ ചില രീതിയിൽ സ്വീകരിക്കും, വേറെ ചിലത് വേറെ ചില. അത് അറിഞ്ഞുകൊണ്ടേക്കൊള്ളൊന്നുമില്ല, അറിഞ്ഞുകൊണ്ടാകണമെന്നില്ല. അറിയാതെ വന്ന സ്വാധീനങ്ങൾ ഉണ്ടാവും. ഇതിങ്ങനെ തലമുറകളായി കൈമാറി 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 പോകുന്നത് കൊണ്ട് പല കാരണങ്ങളാൽ അറിയാതെ ഇതിൽ പല സ്വഭാവങ്ങളും വന്നു ചേരും. അത് ഒരിക്കറിയില്ല, ഇത് മുഅ്തസിലികളുടേതാണ്, മറ്റേ ശിയാക്കളുടേതാണ്, അതൊന്നും അറിയില്ല. അത് സ്വാഭാവികമാണ്. മനുഷ്യന്മാരെ ഒരു ഒരു പിന്നെ പരിമിതിയാണത്. അവർ പക്ഷേ ഓൻ വായിച്ചും പഠിച്ചൊക്കെ അങ്ങനെ ഇരിക്കും. അതോട് ഓൻ അങ്ങനെ വിശ്വസിച്ച് പോന്നു. ഓൻ പഠിച്ച മദ്രസ അതായിരിക്കും, ഓനെ പഠിപ്പിച്ച ഉസ്താദുമാർ അങ്ങനെ ആയിരിക്കും, അല്ലെങ്കിൽ ഓൻ ജീവിക്കുന്ന നാടതായിരിക്കും, ഓൻ പോണ പള്ളി അതായിരിക്കും. അതിനൊക്കെ സ്വാധീനം സ്വാഭാവികമായിട്ടും അവർക്കുണ്ടാവും. അത് അല്ലാഹു അഅലം. ഇതൊക്കെ ഉദറായി സ്വീകരിക്കപ്പെടുമെന്നുള്ളത് എല്ലാവർക്കും അതുണ്ടാവില്ല. ആർക്കെങ്കിലും കിട്ടിയാൽ റബ്ബിൻ്റെ ഫദ്ല് എന്നേ പറയാൻ പറ്റും. അതുകൊണ്ടാണ് മുൻഗാമികളൊക്കെ ഈ ഇങ്ങനത്തെ ആളുകളുടെ സംസാരങ്ങൾ പോലും കേൾക്കുന്നതിനെ ഗൗരവമായി പറഞ്ഞത്. ചില സ്വാധീനങ്ങൾ ഉണ്ടാകുന്നതാണ്. ബിദഈകളായ ആളുകളുടെയൊക്കെ സംസാരങ്ങൾ കേൾക്കുമ്പോൾ ചവിട്ടിൽ കൈയൊന്നിട്ട് പോയതൊക്കെ കാണാൻ പറ്റും. വാപ്പിയും മോനും പോകുമ്പോൾ, ഒരു താബഈ പ്രമുഖൻ മോനൊപ്പം പോകുമ്പോഴാണ് ഒരു ബിദഈയുടെ ഖദരിയുടെ സംസാരം കേൾക്കുന്നത്. വാപ്പ മോൻ്റെ കൈ പിടിച്ച ചവിട്ട് വെക്ക് വാപ്പി വെച്ചത് വേഗം പോകപ്പെടുന്നത് എന്തെങ്കിലും വാക്കിൽ പക്ഷേ മനുഷ്യരുടെ കൽബിൽ സ്വാധീനം ഉണ്ടാക്കിയേക്കാം. അതാണ് ചില സംസാരം കേൾക്കുമ്പോൾ നമുക്ക് അപ്പൊന്നും ഉണ്ടായില്ലെങ്കിലും പിന്നെ ഇങ്ങനെ എടാ പറഞ്ഞത് ശരിയാണല്ലോ, എന്തോ ഒരു ഇതുണ്ടല്ലോ, ഒന്ന് അന്വേഷിക്കാം, ആ തോന്നൽ മതിയാവും. പിന്നെ ഓരോ വിശ്വാസമായി. പിന്നെ അന്വേഷിക്കാൻ പോയിക്കാണ്ട് ഇങ്ങനെ എവിടെ പോയപ്പോൾ ഒരു കറക്റ്റ് ആൻസർ കിട്ടിയില്ല. ആൻസർ ഇല്ലാത്തതുകൊണ്ടല്ല, അത് പറയാൻ പറ്റിയ ആളിലേക്ക് എത്തിയിട്ടുണ്ടാവില്ല. അപ്പോൾ ഒരു വിശ്വാസമായി. പിന്നെ അവസാനം അത് വർഷങ്ങൾക്ക് ശേഷമെങ്കിലും വാപ്പ പറഞ്ഞിട്ട് മോനെ ചിലപ്പോൾ കൊല്ലങ്ങൾക്ക് ശേഷമെങ്കിലും അതിന് സ്വാധീനം ഇനി അനുഭവിക്കാതിരിക്കുകയില്ല. അതുകൊണ്ട് അതിക്ക് ശ്രദ്ധിക്കേ വേണ്ട എന്ന് പറഞ്ഞ് കടന്നുപോയതൊക്കെ കാണാൻ പറ്റും. എങ്ങനെ അല്ല, ആ അസ്ല് ശരിയാണ്, ആ അസ്ല് ശരിയാണ്. ബിദഅത്തിന്റെ കക്ഷികൾ, ബിദഅത്തിന്റെ വാദങ്ങൾ കേൾക്കാൻ പാടില്ല, അസ്ല് ശരി തന്നെയാണ്. ആരെ ബിദഅത്തിലെ ആളുന്നതിനെ ഇവിടെ പ്രശ്നമുള്ളൂ. അതിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പലരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആരോപിക്കും, നിർവാഹമില്ല. പക്ഷേ ബിദഅത്താണ് സ്ഥിരപ്പെട്ട സംഗതി, അതിന് ശ്രദ്ധിക്കാതെ ഓരോ കൂടെ കൂടിയിരിക്കാനൊന്നും പറ്റുകയില്ല. അത് തന്നെയാണ് എൻ്റെ അതിൽ അസ്ല്, സംശയമൊന്നുമില്ല. മാത്രം ഇമാം മാലിക്കൊക്കെ സംശയം ചോദിക്കാൻ വന്നപ്പോൾ പോലും ആട്ടിപ്പറ്റു വരാൻ പറ്റും. സംശയം ചോദിക്കാൻ മതി ഇമാം മാലിക്ക് നടത്തി, ഒരു സംശയമുണ്ട്. ഇമാം മാലിക്ക് എനിക്ക് ഉറപ്പാണ് ഇത് വൈക്ക് പറഞ്ഞു, എനിക്ക് സംശയമില്ല ഇത് വിട്ടു പറഞ്ഞു. കാരണം ഓന് സംശയം, ഒന്ന് തൻ്റെ സമയം അതിന് ചിലവഴിക്കണ ആവശ്യമില്ല, രണ്ട് ഓൻ പഠിക്കാൻ വേണ്ടി വരില്ല. ഓനിത് പറഞ്ഞ് കേട്ട് മനസ്സിലാക്കിയിട്ട് വല്ലതും തിരുത്താനുണ്ടെങ്കിൽ തിരുത്താന്നൊക്കെ വന്നതല്ല. ഓൻ ഇമാം മാലിക്കിനെ ഒന്ന് ചൊയ്പ്പാക്കാൻ വന്നതാണ്. അപ്പോൾ അങ്ങനത്തെ ആളുകൾക്ക് വേണ്ടി സമയം വിനിയോഗിക്കേണ്ടതില്ല, ഓർക്ക് പിന്നെ ചെവി കൊടുക്കേണ്ടതില്ല. ഇമാം മാലിക്ക് എന്നെപ്പോലെ സംശയമുള്ള ആരെയും ഉണ്ടാവും, ഞാൻ അവിടെ പോയിക്കോ പറഞ്ഞു. വാൻ അലാ യഖീൻ, ഞാൻ യഖീനാണ്, നിന്നെപ്പോലെ സംശയമുള്ള ആളുകളുണ്ടാവും, ഞാൻ അവിടെ പോയി എനിക്കത് നല്ലതാണ്. അതായത് അവരുടെ ഒരാളെ ഒപ്പം കൂട്ടാൻ പോലും അവർ കറക്റ്റ് ചോദിക്കുമായിരുന്നു. അതിന് നിലപാടെന്താ, വിശ്വാസം എന്താണ് ഇത് ചോദിച്ചിട്ടേ ഒരു യാത്രയിലോ മറ്റോ കൂടെ കൂട്ടുക പോലും ചെയ്യുക. എന്ന് വെച്ചാൽ സ്വാധീനങ്ങൾ വരാം, അല്ല അത് നമ്മൾ നോക്കേണ്ട. അതൊക്കെ എന്തെങ്കിലും ആയിക്കോട്ടെ, നമുക്ക് എല്ലാവർക്കും അങ്ങനെ ഒന്നിച്ചൊപ്പാണ് പോകാനുണ്ടെങ്കിൽ ദീനിൽ അതില്ല. അല്ലാത്ത കാര്യത്തിലാവാം, ദീനിൽ അങ്ങനത്തെ ഒരു ഇതില്ല. അതൊക്കെ നമ്മുടെ ഈമാന് ഏതെങ്കിലും രൂപത്തിലൊക്കെ സ്വാധീനമുണ്ടാക്കിയേക്കാം. അതുകൊണ്ടാണ് ബിദഅത്തിന്റെ ആളുകളോട് അവരെ ബിദഅത്തുമായി ബന്ധമുള്ളത് അല്ലാത്ത വിഷയം പഠിക്കാൻ പോകാൻ പറ്റുമോ എന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾ കാണാൻ പറ്റും. ഒരു ഷിയ അല്ലെങ്കിൽ ഒരു റാഫിലി, ഒരു ഖദരി, ഒരു മുഅ്തസിലി
അങ്ങനത്തെ ഒരു ഹദീസ് നിഷേധി, അങ്ങനത്തെ ഒരാളത്ത് അതൊന്നും പഠിക്കാൻ പോണില്ല. വേറെ വിഷയം ഉദാഹരണം ഒരു അറബി ഭാഷ പഠിക്കാൻ പോകാം. ഒരു അക്കീദ പഠിക്കാൻ പോണില്ല, ഒരു അക്കീദല്ലേ കുഴപ്പമുള്ളൂ, അക്കീദ പഠിക്കാൻ പോണില്ല. ഒരു അറബി പഠിപ്പിക്കുന്ന ക്ലാസ് ഉണ്ട് മൂപ്പരെ, അത് നല്ല അറബി ഭാഷ പഠിക്കാൻ പറ്റിയ ക്ലാസ്സാണ്, ഞാൻ അവിടെ നിന്ന് പോയിരിക്കട്ടെ എന്ന് വെച്ചാൽ ശരിയായ സലഫികൾ പറഞ്ഞത് പറ്റില്ല എന്ന് തന്നെയാണ്. കാരണം എന്താണ്, 2-3 കാര്യമാണ്. ഒന്ന് തന്നെ അറിയാതെ എന്ത് വിഷയം എടുക്കുകയാണെങ്കിലും അതിനിടയിൽ കൂടി ക്ലാസ് എടുക്കുന്ന ആൾക്ക് ഏതും പറയാൻ പറ്റും. അതെങ്ങനെയാണല്ലോ, ചരിത്രം പഠിപ്പിച്ചാലും ഫിഖ് പഠിപ്പിച്ചാലും അക്കീദ പഠിപ്പിച്ചാലും ഒക്കെ ക്ലാസ് എടുക്കുന്ന ആൾക്ക് അതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ ഏത് കാര്യം പറഞ്ഞു കൊടുക്കാൻ പറ്റും. അത് ഒരു ലിങ്ക് ഉണ്ടാക്കിയിട്ട് അതിക്കൊണ്ട് പോകാം. അത് നമ്മൾ അറിയില്ല. അപ്പോൾ അറിയാതൊരു സ്വാധീനം, നമ്മൾ ഒരാളുടെ ക്ലാസ്സിൽ പോയിരിക്കുന്നുണ്ടെങ്കിൽ, ഒരു ഉസ്താദിൻ്റെ സംസാരം കേൾക്കുന്നുവെങ്കിൽ സ്വാഭാവികമായും അയാളുടെ ഒരു മാനസികമായ ബന്ധവും അയാൾ പറയുന്നൊരു സ്വാധീനവും ഏതെങ്കിലും ഉണ്ടാവും. അത് നമുക്ക് എല്ലാവർക്കും സ്വാഭാവികമാണ്. ഒരു ബന്ധമില്ലാതെ അവിടെ പോയിരിക്കുന്നല്ലോ. അപ്പോൾ അയാളുടെ വാക്കുകളോട് നമുക്ക് പ്രത്യേക ഒരു അടുപ്പമുണ്ടാകും, അയാളുടെ സ്നേഹമുണ്ടാകും. ആ സ്നേഹം ഈ ബിദ്അത്ത് മെല്ലെ എത്താൻ പിന്നെ കാരണമായി മാറും. 2, ഇയാൾക്കതൊരു പ്രമോഷനായി മാറും. കണ്ടോ, നമ്മൾ ബിദ്അത്തിന്റെ ആളെന്താ പോലൊക്കെ ഇവിടെ വരുന്നുണ്ടല്ലോ, ഇവിടേക്ക് വന്നിരിക്കുന്നുണ്ടല്ലോ. അപ്പം എന്താ, അയാൾ വലിയ കുഴപ്പക്കാരനല്ല എന്ന ഒരു മുഖം ആളുകൾ മുമ്പിൽ കൊണ്ടുവരാൻ അയാൾക്ക് പറ്റും. 3, ഈ മനുഷ്യനെ ആളുകൾ തിരിതിരിക്കാൻ കാരണമാകും. അയാൾ എന്തായാലും അവിടെയും പോകുന്നുണ്ട്, ഇവിടെയും പോകുന്നുണ്ട്, മറ്റേ ക്ലാസ്സിനും പോകുന്നുണ്ട്, ഇപ്പോൾ അങ്ങനെ വിശ്വസിക്കാൻ പറ്റില്ല കേട്ടോ. ഇത് എല്ലായിടത്തും പോകുന്നുണ്ട്, എല്ലാവർക്കും വലിയ വിശ്വാസം ഉണ്ടാകുകയല്ലേ ചെയ്യാം, ആർക്കും വിശ്വാസം ഇല്ലാതൊക്കെ ചെയ്യാം. എല്ലാ സ്ഥലത്തും പോയാൽ അത് നല്ല മനുഷ്യട്ടാ, എല്ലാ ക്ലാസ്സിനും പോകും എന്നല്ല വിചാരിക്കുക. ആരും വിശ്വസിക്കില്ല. ഓലും പറയും മറ്റൊടത്തും പോകുന്നുണ്ടായി, മറ്റവരും പറയും അവിടെയും പോകുന്നുണ്ട്, ഓല നമുക്ക് അത്ര വിശ്വസിക്കാൻ പറ്റില്ല. അവിടെ അങ്ങനത്തെ ഒരു ഇഷ്ടണ്ടാകുമ്പോൾ അയാളെ വിളിക്കണ്ട, അയാളിപ്പോൾ ഇപ്പം എന്താ നമുക്ക് അറിയില്ല, അയാളെ എല്ലായിടത്തും പോകുന്ന ആളാണ്. അപ്പോൾ ആർക്കും വിശ്വാസം ഇല്ലാതൊക്കെ ചെയ്യാം. അല്ലാതെ ഇപ്പം നല്ല കുട്ടിയാൻ വേണ്ടി ചെയ്ത് പണിയിക്കും, നല്ല കുട്ടിയാകാൻ വേണ്ടി ചെയ്തത്, നമ്മൾ ആരും വെറുപ്പിക്കണ്ട, ഞാൻ എല്ലായിടത്തും പോകുക, സംഘം ഉണ്ടായിരുന്നാണ്, ആർക്കും ഒരു നിലപാടില്ല, ഒരു വിശ്വാസം ഇല്ലാതെ പോവുക ചെയ്യാം. അപ്പോൾ അവനോടുള്ള ആളുകളുടെ നിലപാടിൽ മാറ്റം വരാൻ അതൊരു കാരണമായി മാറും. ചിലപ്പോഴെങ്കിലും ചിലപ്പോൾ പറയും നമുക്ക് ഇതാവില്ല, ശരിയില്ല, അവരവിടെ ഒക്കെ പോകുന്ന ആളാണ്. അപ്പം ചിലപ്പോൾ പിന്നെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല, പക്ഷേ ഇവൻ്റെ അക്കീദയെ സംശയിക്കാൻ അതൊരു കാരണമായി മാറും. അതുകൊണ്ട് നമുക്ക് ബോധ്യമുള്ള ഹക്കാണ് എന്ന് ഉറപ്പുള്ള ഇടത്തെ നമ്മൾ പോകേണ്ടതുള്ളൂ. പറയുന്ന കാര്യം ഹക്കാണ്, അത് 100% ശരിയായ മൻഹജാണ്, അത് ശരിയായ അഹ്ലുസുന്നയുടെ ആശയമാണ് എന്ന് ബോധ്യമുള്ളയിടത്തെ നമ്മൾ പോകേണ്ടതുള്ളൂ. അല്ലാത്തൊക്കെ നമുക്ക് നഷ്ടമാണ്. അല്ലെങ്കിൽ പിന്നെ ഇതെല്ലാം വേർതിരിച്ചറിയാൻ മാത്രം കഴിവ് വേണം. അങ്ങനത്തെ പറ്റും. ഇതെല്ലാം വേർതിരിച്ചറിയാൻ കഴിയുന്ന, അങ്ങനത്തെ എന്തു പറഞ്ഞാലും അതൊക്കെ തിരിച്ചു മനസ്സിലാക്കാൻ മാത്രം കഴിയുന്ന ഒരാളാണെങ്കിൽ അയാൾക്ക് പോകാം. ഇപ്പം ചില കിതാബിനെ പറ്റി പണ്ഡിതന്മാർ ആ കിതാബ് സാധാരണക്കാർ വായിക്കാൻ പാടില്ല കിതാബ് കണ്ടു. അങ്ങനത്തെ കിതാബുണ്ട്, കുത്തുബുൻ ഹർദറ മിൻഹൽ ഉലമാ, പണ്ഡിതന്മാർ താക്കീത് ചെയ്ത കിതാബുകൾ എന്ന പേജിലൊരു കിതാബുണ്ട്, വായിക്കാൻ പാടില്ലാത്ത കിതാബ് പറഞ്ഞിട്ട്. ചില കിതാബ് ആരും വായിക്കാൻ പാടില്ല, ചില കിതാബ് അതിനെപ്പറ്റി വേർതിരിച്ചറിയാൻ പറ്റണം വായിച്ചു കൊടുത്തിട്ട് അല്ലാത്ത വായിക്കണ്ടാണ്. കണ്ടമാനം ലഈഫ് മൗദൂമായ ഹദീസ് കൊത്തിക്കൊള്ളിച്ച കിതാബാണെങ്കിൽ അത് വായിക്കണ്ടാണ്. കാരണം എന്താണ്, കാദർ ഇങ്ങനെ കുറേ പറയുകയാണെങ്കിൽ ഇതൊക്കെ ഇല്ലാത്തതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അത് വായിച്ചു പോകുമ്പോൾ പിന്നെ ഓൻ്റെ ഓർമ്മയിലവിടെ നിൽക്കും. ഓൻ വേറെ എവിടെയെങ്കിലും പറയുമ്പോൾ ആ നബി പറഞ്ഞ ഹദീസിലുണ്ട് പറയും, ആ ഹദീസോ ഇതിന് കിട്ടിയ വ്യാജമായിരിക്കും. ഗസാലി ഇമാം ഇഹ്യാ ഉലൂമുദ്ദീൻ അങ്ങനെ താക്കി ചെയ്യപ്പെട്ട കിതാബാണ്, വായിക്കാൻ തന്നെ പാടില്ലാതാണ്. ഇഹ്യാ ഉലൂമുദ്ദീൻ കാരണം മുഴുവൻ ഗ്രീക്ക് ഫിലോസഫി തത്വചിന്തയും ഒക്കെ സുന്നക്ക് വലിയ കാര്യമാണ്. അത് മാത്രമല്ല, ഇമാം മാസിർ റഹിമത്തുള്ളാഹിയുടെ കാലത്ത് ഹിജ്റ 7-ാം നൂറ്റാണ്ടിൽ അദ്ദേഹം ബഗ്ദാദിൽ രാജാവിനെ കൊണ്ട് ഓർഡർ എടുപ്പിച്ചു, വീട്ടിൽ ഇഹ്യൻ്റെ ഈ കേസെടുക്കുന്നു, ഇഹ്യാ ഉലൂമുദ്ദീൻ പരിയുണ്ടെങ്കിൽ ഓർക്കെതിരെ കേസെടുക്കുന്നവരെ അന്ന് അവിടെ പ്രഖ്യാപിച്ച സമയം ഉണ്ടായിട്ടുണ്ട്. എന്നിട്ട് ഗവൺമെൻറ് ഒരു ഡേറ്റ് പ്രഖ്യാപിച്ചു, ഇന്ന ഡേറ്റിനുള്ളിൽ എവിടൊക്കെ ഇഹ്യയുണ്ടോ അതവിടെ ഹാജരാക്കണം. അതിന് ശേഷം ഇഹ്യ പിടിച്ചാൽ ഓർക്കെതിരെ കേസുണ്ടാവും. അങ്ങനെ എല്ലാവരും വീട്ടിലുള്ള ഇഹ്യ മുഴുവൻ ശേഖരിച്ചിട്ട് വെള്ളിയാഴ്ച ജുമായ്ക്ക് ശേഷം പള്ളിൻ്റെ മുമ്പിൽ ഇട്ടിട്ട് ഒന്നാകെ കത്തിച്ചളഞ്ഞു. ഈ നാട്ടിൽ ഇഹ്യ മുക്ത ഗ്രാമം എന്ന് പറഞ്ഞ മാതിരി അങ്ങനത്തെ അവസരം ഉണ്ടായിട്ടുണ്ട്. ഇബ്നു കസീർ ബിദായത്തുൻ നിഹായിൽ അദ്ദേഹം ചരിത്രം കൊടുക്കുന്നുണ്ട്. ഇമാം മാസിരി അന്ന് കാരണം വന്നല്ലോ, ഇഹ്യാ ഉലൂമുദ്ദീൻ കിതാബിൻ്റെ പേര്, ദീനിൻ്റെ വിജ്ഞാനങ്ങളെ ജീവിപ്പിക്കൽ. ഇമാം മാസിരി പറയും ഹാദാ ഇഹ്യാ ഉലൂമി ദീനിഹി എന്നാണ്. ഇത് മൂപ്പര ദീന് വലുതാക്കലാണ്, അള്ളാഹുവിൻ്റെ ദീൻ വലുതാക്കലല്ല. ഫഅമ്മാ ദീനുനാ ഫഹിയ ഉലൂമിഹി ഫബികിതാബില്ലാ വബിസുന്നത്തി റസൂലില്ലാ. ഗസാലി നമ്മുടെ ദീനിൻ്റെ വിജ്ഞാനം ജീവിപ്പിക്കാൻ അള്ളാഹിൻ്റെ കിതാബ് റസൂലിൻ്റെ സുന്നത്തും മതി, ഇത് ആവശ്യമില്ല. അത്രയും
ദുർബലമായതും മൗദൂആയതും ഒരടിസ്ഥാനമില്ലാത്ത കണ്ടമാനം കഥകൾ അതിലുണ്ട്. ഇല്ല, വസാരി അവസാനം തൗബ ചെയ്തില്ലേ? വസാരി ഏറ്റവും അവസാനം പഠിക്കുന്ന 6 മാസം മുമ്പ് തൗബ ചെയ്ത് മടങ്ങിയ ആളാണ്. വസാരി പക്കാ ശരിയും അതേപോലെ തസവുഫും ഫൽസഫയും എല്ലാം തലയിൽ കയറി നടന്ന വസാരി അവസാനം വെച്ച് മരിക്കുന്നതിൻ്റെ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് തൗബ ചെയ്ത് മടങ്ങി അദ്ദേഹം അതിലേക്ക് മരിച്ചുപോയി. പക്ഷേ ഇതൊക്കെ ഇവിടെ ബാക്കിയുണ്ട്. ഇഹിയ ഓതൊന്നുമില്ല, ഇഹിയ ഓതാനുള്ള കിതാബല്ല, ഇഹിയ ബഅദിന് വേണ്ടി വായിക്കുന്ന കിതാബ്. മൂലന്മാർ കുറേ കഥ കിട്ടും, ഒരുപാട് കഥകൾ കാദർസൂദ കുറേ കാണും. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ പിന്നെ വയത് വഴിലമുയ ഉമ്മത്ത മുഹമ്മദ് അടിച്ചു പൊളിച്ച കാദർസൂദൊക്കെ ഇതിൽ കിട്ടാണ്. ഒരു അടിസ്ഥാനം ഉണ്ടാവില്ല പലതും. അതങ്ങനെയല്ലോ. അല്ലൽ ഖൗല ഫയത്തബിഉന അഹ്സന. അവിടെ അൽ ഖൗൽ എന്ന് പറഞ്ഞാൽ പ്രമാണങ്ങൾ എന്നാണ്. വചനങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കാൻ എല്ലാവരും വഴുതും കേൾക്കാൻ അർത്ഥമില്ല, അങ്ങനൊന്നല്ലേ. ഫബശ്ശിർ ഇബാദ് അല്ലദീന യസ്തമിഊന ഖൗല, വചനങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. അദ്ദലീൽ എന്നാണ് തഫ്സീറൊക്കെ, ദലീലുകൾ ശ്രദ്ധിച്ച് കേൾക്കുക. ഫയത്തബിഉന അഹ്സന, അതിൽ അഹ്സനെ പിൻപറ്റുക എന്ന് പറഞ്ഞാൽ ഏറ്റവും അഫ്ദൽ ഏതാണോ അത് പിൻപറ്റുക. ഇപ്പം 2 ചോയ്സുള്ള വിഷയം വന്നു, ഒന്ന് കൂടുതൽ ശ്രേഷ്ഠമായത്, മറ്റേ ആപേക്ഷിക കുറവാണെങ്കിൽ ആ അഫ്ദലിനെ പിൻപറ്റുക. അവർക്ക് ഫബശ്ശിർ, സന്തോഷ വാർത്ത കൊടുത്തോന്നാണ്. അല്ലാതെ എല്ലാവരും വഴുതും കേട്ടുകൊണ്ട് അത് നല്ലോക്കി എടുത്തോന്നല്ല, അങ്ങനെയൊന്നും ഇസ്ലാമിലില്ല. അത് ആരോ ഓരോ വഴുതാക്കൾ കേൾക്കാൻ വേണ്ടി ഒപ്പിച്ചുണ്ടാക്കിയാണ്. നമ്മളെ വഴുതോ കേട്ടോടെ വിചാരിച്ചുകൊണ്ട് ആ ആയത്ത് അങ്ങനെ അർത്ഥം വെച്ച് പോയതല്ല. ആ ആയത്ത് അങ്ങനെ ആശയമല്ലത്. അതിനപ്പം എല്ലാം കേൾക്കേണ്ടി വരും. തെറ്റാന്ന് ഉറപ്പുള്ള സംഗതി കേൾക്കാൻ പാടില്ല. തെറ്റാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ പിന്നെ കേൾക്കാൻ പോകാൻ പാടില്ല. ശരിയാണെന്ന് ഉറപ്പുള്ളതേ കേൾക്കേണ്ടതുള്ളൂ. അടി നേരത്തെ പറഞ്ഞ പോലെ ശരിയും തെറ്റും വേർതിരിച്ചറിയാൻ മാത്രം കഴിയുന്ന ഒരാളാണെങ്കിൽ അയാൾക്ക് പോയി നോക്കാം. കാരണം തെറ്റടി തിരുത്താൻ പറ്റും, അത് ശരിയില്ല പറഞ്ഞു കൊടുക്കാൻ പറ്റും. അങ്ങനത്തെ ഒരാൾക്ക് അതൊക്കെ കേൾക്കാം. കേൾവിയും വായനൊക്കെ അങ്ങനെ തന്നെയാണ്. കിട്ടുന്ന എല്ലാ പുസ്തകവും വായിക്കാൻ പറ്റുന്നില്ല, അതേപോലെ കിട്ടുന്ന എല്ലാ സ്ഥലത്തും പോയി ഇരിക്കാൻ പറ്റുന്നില്ല. നമ്മളെ ഈമാൻ സംരക്ഷിക്കാൻ പ്രധാനമല്ലേ. ഈമാൻ തെറ്റിപ്പോയിക്കാണ്ട് അവസാനത്തൊക്കെ വായിച്ചെന്താ കാര്യം? ജീവിതം മുഴുവൻ തന്നെ കംപ്ലീറ്റ് വായിച്ചു തീർത്തിട്ട് കൊണ്ട് സ്വർഗം നഷ്ടപ്പെടാൻ അത് കാരണമായാൽ ഓനാ വായന ലാഭമല്ലല്ലോ, നഷ്ടല്ലേ. അവിടെ ഇഖ്റ ബിസ്മി റബ്ബിക്കുന്നത് റബ്ബിന്റെ നാമത്തിൽ വായിക്കാന്നാണത്, എന്തേയും പിടിച്ച് വായിക്കാനല്ല പറഞ്ഞിട്ടുള്ളത്, പ്രത്യേകിച്ച് ദീനിയായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ. അല്ലാഹു അഅലം. അപ്പം ഇവിടെ ശിർക്കുൽ അസ്ഗർ എന്ന് പറഞ്ഞാൽ തൗഹീദിൽ കുറവ് വരുത്തുന്ന പോരായ്മയുണ്ടാക്കുന്ന കാര്യമാണ്. അപ്പം അഹ്ലുസുന്ന രണ്ടിനും മധ്യയാണ്. ഒരാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയി എന്ന് പറയണമെങ്കിൽ അത്രയും ബോധ്യമുണ്ടാകണം. അപ്പോഴേ അവൻ ഇസ്ലാമിൽ നിന്ന് പോയി എന്ന് പറയാൻ പറ്റുള്ളൂ. കാരണം ഇസ്ലാമിൽ ഉണ്ട് എന്നത് ഉറപ്പാണ്. ഒരാൾ മുസ്ലിമായ ഉമ്മാനെയും വാപ്പാനെയും മകനായി ജനിച്ചാൽ അവൻ മുസ്ലിമാണ്, അത് യക്കീനാണ്, ഉറപ്പാണ്. ഒരാൾ ഷഹാദത്ത് കമ്മിച്ചാൽ ഇസ്ലാമിലേക്ക് വന്നാൽ അവൻ മുസ്ലിമാണ്, അത് യക്കീനാണ്, ഉറപ്പാണ്. ഇനി അയാൾ മുസ്ലിം അല്ല എന്ന് പറയാൻ നമുക്ക് അവകാശമില്ല. മുസ്ലിമാണ് എന്ന കാര്യം ബോധ്യപ്പെട്ട കാര്യമാണല്ലോ. ഓൻ മുസ്ലിമായി ജനിച്ചു, അതോടെ ഓൻ മുസ്ലിമാണ്, ഇതിന് സംശയമില്ല. ഇനി ഓന് മുസ്ലിം അല്ലാതായി കഴിഞ്ഞു എന്ന് പറയണമെങ്കിൽ സമാനമായ ഉറപ്പ് വേണം. ഒന്നിന് ഓൻ പ്രഖ്യാപിച്ചു ഞാൻ ഇസ്ലാമിനെ ഒഴിവാക്കിയാൽ ഓക്കെ, അപ്പം നമുക്ക് പറയാം ഓൻ മുസ്ലിം അല്ല. ഒന്നിനെ പ്രഖ്യാപിച്ചു, അല്ലെങ്കിൽ പ്രഖ്യാപിക്കാൻ അധികാരമുള്ളവർ പറഞ്ഞു, അപ്പോഴും പറ്റും. അല്ലാതെ ഒരാൾ മുസ്ലിം കാഫിറാക്കാൻ അവകാശമില്ല. അപ്പോൾ ശിർക്കുൽ അസ്ഗർ യുൻഖിസു തൗഹീദ വയുഹില്ലു ബിഹി, തൗഹീദിൽ കുറവുണ്ടാക്കും, അതിനെ പോരായ്മ അതിനെ ഏൽപ്പിക്കുകയും ചെയ്യും. വഹുനാക ശിയാഉ മിന ശിർക്കിൽ അസ്ഗർ, ചെറിയ ശിർക്കിൽപ്പെട്ട ധാരാളം കാര്യങ്ങളുണ്ട്. ഹദ്ദറനാ മിൻഹ അല്ലാഹു വറസൂലുഹു, അല്ലാഹും റസൂലും നമുക്ക് താക്കീത് നൽകിയ ധാരാളം കാര്യങ്ങളുണ്ട്. സിയാനത്തൻ ലിൽ അഖീദതി വഹിമായത്തൻ ലിത്തൗഹീദ്, അത് താക്കീത് ചെയ്യാൻ കാരണം അഖീദയെ സംരക്ഷിക്കാൻ, തൗഹീദിന് കാവൽ നൽകാനാണ് നമ്മുടെ അത്തരം കാര്യങ്ങളെക്കുറിച്ച് താക്കീത് ചെയ്തിട്ടുള്ളത്. ലിഅന്നഹ തൻഖുസു തൗഹീദ, കാരണം തൗഹീദിൽ കുറവുണ്ടാക്കുന്നതാണ്. വറുബ്ബമ തജുറു ഇല ശിർക്കിൽ അക്ബർ, പലപ്പോഴും അത് വലിയ ശിർക്കിലേക്ക് ഒരാളെ എത്തിക്കുകയും ചെയ്യും. ജറ യജുറു, അയാളെ അതിലേക്ക് വലിച്ചു കൊണ്ടുപോകാനാണ്. ഇപ്പം ഇതാണെങ്കിലും ഇത് പിന്നീട് മെല്ലെ 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 വലിയ ശിർക്കിൽ ചെന്നെത്താൻ കാരണമായി മാറുകയും ചെയ്യും. എന്നതിനാൽ ഒരുപാട് കാര്യങ്ങളെപ്പറ്റി അല്ലാഹു റസൂൽ താക്കീത് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ചെറിയ ശിർക്കിൽപ്പെട്ട കാര്യങ്ങളാണ്. ഖാല അല്ലാഹു തആല ഫലാ തജ്അലു ലില്ലാഹി അൻദാദൻ വഅൻതും തഅലമൂൻ, നിങ്ങൾ പടച്ച റബ്ബിന് സമന്മാരെ ഉണ്ടാക്കരുത്, വഅൻതും തഅലമൂൻ, നിങ്ങൾ അറിയുന്നവരായിരിക്കെ എന്ന് അല്ലാഹു തആല പറഞ്ഞിരിക്കുന്നു.
ഖാല ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ ഫിൽ ആയത്തി. ഈ ആയത്ത് വിശദീകരിക്കുമ്പോൾ സ്വഹാബിയായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ പറയുന്നു, വൽ അന്ദാദു ഹുവ അശ്ശിർക്കു. അന്ദാദ് എന്ന് പറഞ്ഞാൽ ഷിർക്കാണ്. പങ്കു ചേർക്കുന്നതിനല്ല, പങ്കുകാരുണ്ടാക്കരുത്, അഥവാ ഷിർക്ക്, പങ്ക്. അഖ്ഫാ മിൻ ദബീബിൻ നംലി അലാ സുഫാത്തിൻ സൗദാ ഫീ ദുൽമത്തിൽ ലൈലി. രാത്രിയുടെ ഇരുളിൽ കറുത്തൊരു പാറയിലൂടെ ഒരു ഉറുമ്പലിച്ചു പോകുന്നതിനേക്കാളും ഗോപ്യമാണ് ഷിർക്ക് എന്നുള്ളത്. ഇരുട്ടുള്ള രാത്രി, കറുത്ത പാറ, ആ പാറ ഒരു ഉറുമ്പ് എത്ര സ്വകാര്യമായിട്ടാണോ അതിങ്ങനെ അടിച്ചു പോകുന്നത്, അതിനേക്കാളും സ്വകാര്യമായി അന്താദ് ഷിർക്ക് സംഭവിക്കും. വഹുവ, അതായത് അന്തഖൂൽ, നീ പറയലാണ്, വല്ലാഹി വഹയാതിക യാ ഫുലാൻ, അല്ലാഹുവാണ് സത്യം, വഹയാതിക, നിന്റെ ജീവിതവുമാണ് സത്യം എന്ന് പറയാം, അതിൻ്റെ ഭാഗമാകുന്നു. വഹയാതി, എൻ്റെ ജീവിതമാവും സത്യം എന്ന് പറയുക. വതഖൂൽ ലൗലാ കുലൈബത്തു ഹാദാ ലഅതാന ലുസൂസ്, ഈ നായക്കുട്ടില്ലായിരുന്നുവെങ്കിൽ കള്ളൻ വരുമായിരുന്നു എന്ന് പറയുക. വലൗലാ അൽബത്തു ഫിദ്ദാർ ലഅതാന അല്ലുസൂസ്, വീട്ടിൽ ആ ഒരു താറാവ് അതുണ്ടായത് കൊണ്ടാണ് അന്നേരം കള്ളം വരാതെ രക്ഷപ്പെട്ടത് എന്ന് പറയുക. വഖൗലു റജുൽ ലിസ്വാഹിബിഹി മാഷാ അല്ലാഹു വശിഗ്ത എന്ന് പറയുക. വഖൗലു റജുൽ ലൗലല്ലാഹു വഫുലാൻ, അല്ലാഹും ഇയാളും ഇല്ലെങ്കിൽ എന്ന് പറയുക. ലാ തജഅൽ ഫീഹാ ഫുലാൻ, അതിലൊന്നും നീ ഒരാളെ ഉണ്ടാക്കേണ്ടതില്ല. ഹാദാ കുല്ലുഹു ബിഹി ശിർക്കുൻ, ഇതെല്ലാം ഷിർക്കാകുന്നു എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു. അസ്ഗറാണ്. കാരണം എന്താണ്? അല്ലാഹ് പറഞ്ഞ അന്താദ് എന്നാണ്. ഇബ്നു അബ്ബാസ് ഇപ്പം പറഞ്ഞ ഉദാഹരണങ്ങളൊക്കെയോ എല്ലാം ഇങ്ങനത്തെ പദപ്രയോഗങ്ങളോ ചിന്താഗതികളോ ഒക്കെയാണ് ഇവിടെ പറഞ്ഞത്. ഇതാവട്ടെ ശിർക്കുൻ അസ്ഗറുമാണ്. എൻ്റെ ജീവനാണ് സത്യം, വഹയാത്തി, എൻ്റെ ജീവനാണ് സത്യം എന്ന് പറയുക, ജീവിതമാണ് സത്യം എന്ന് പറയുക. റവാഹു ഇബ്നു അബീ ഹാത്തിം, ഇബ്നു അബീ ഹാത്തിം റഹിമഹുള്ളാഹി ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തത്. ഫഖദ് ബയ്യന ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ, ഇവിടെ ഇബ്നു അബ്ബാസ് വ്യക്തമാക്കുന്നു, അന്ന ഹാദിൽ അശ്യാഅ മിനശ് ശിർക്കി, ഈ കാര്യങ്ങൾക്ക് ഷിർക്കാണ് എന്ന് ഇബ്നു അബ്ബാസ് പറഞ്ഞു. വൽ മുറാദു ബിഹി അശ്ശിർക്കുൽ അസ്ഗർ, ഇവിടെ ഉദ്ദേശം ഷിർക്കുൻ അസ്ഗറാണ്, ചെറിയ ഷിർക്കാണ്. അതെങ്ങനെ മനസ്സിലായി? ഒരു ആയത്തു ആമ്മത്തുൻ, ആയത്താവട്ടെ പൊതുവാണ്. തശ്മിലു അശ്ശിർക്കൽ അക്ബറ വശ്ശിർക്കൽ അസ്ഗറ, ആയത്തിൽ ചെറുതും വലുതുമായ എല്ലാ ശിർക്കും പെട്ടു. ഫലാ തജഅലു ലില്ലാഹി അന്ദാദൻ എന്ന് പറഞ്ഞാൽ ചെറിയ ശിർക്കും വലിയ ശിർക്കും എല്ലാം ഉൾപ്പെടുന്നതാണ് ആയത്ത്, ആമ്മാണ്. പക്ഷെ അതിൻ്റെ വ്യാഖ്യാനത്താണ് ഇബ്നു അബ്ബാസ് ഇതൊക്കെ പറഞ്ഞത്. അപ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ നബ്ബഹ ബിഹാദിൽ അശ്യാഇ, ഈ കാര്യങ്ങൾ പറയുക വഴി ഇബ്നു അബ്ബാസ് ഉണർത്തുകയാണ്. ബിൽ അദ്ന, ഏറ്റവും ചെറിയത് വെച്ച് ഉണർത്തി. അതിലെ ചെറുത് വഹുവ ശിർക്കുൽ അസ്ഗർ, അലൽ അഅ്ല, ഏറ്റവും വലിയതിനെ വഹുവ ശിർക്കുൽ അക്ബർ. അപ്പം അല്ലാഹ് ആയത്ത് പറഞ്ഞത് നിങ്ങൾ റബ്ബിൽ പങ്കുകാരെ ചേർക്കരുത് എന്നാണ്. ഇബ്നു അബ്ബാസ് ഏറ്റവും ചെറിയതാ പറഞ്ഞത്. ഇതെന്തിനു പറഞ്ഞു? ഇതുപോലും ചെയ്യാൻ പാടില്ല, അപ്പം പിന്നെ വലുതായാലും പറ്റൂല. വലുതിനെ പറ്റി ഉണർത്താനാണ് ചെറിയത് ഇബ്നു അബ്ബാസ് ഇവിടെ എടുത്തു പറഞ്ഞത്. മാത്രമല്ല ഇത്തരം പദങ്ങൾ തജ്രി അലാ അൽസത്തി കസീറൻ മിനൻ നാസ്, ധാരാളം ആളുകൾ നാവിലൂടെ എപ്പോഴും വന്നു പോകുന്ന പദങ്ങളുമാണ്. ഇമ്മാ ജഹ്റൻ, ഒന്നിൽ അറിവില്ലായ്മ മൂലം, ഔ തസാഹുലൻ, അല്ലെങ്കിൽ ഒരു അലസമായിട്ട് ഒക്കെ ഉപയോഗിച്ച് പോകുന്ന പദങ്ങൾ. ചിലപ്പോൾ വിശ്വാസമൊന്നും ഉണ്ടാവില്ല, എന്നാലും അറിയാതെ അങ്ങനെ പറഞ്ഞു പോകുന്ന പദങ്ങളാവും. അതുകൊണ്ട് കൂടിയാണ് ഇബ്നു അബ്ബാസ് അത് തന്നെ പ്രത്യേകം ഇവിടെ എടുത്ത് ഓർമ്മപ്പെടുത്തിയത് എന്നാണ് ഇവിടെ ഷെയ്ഖ് ഹഫ്ളഹുല്ലാ രേഖപ്പെടുത്തുന്നത്. ഇനി ഒമിൻ ഹാദിൽ അഷ്യ, അങ്ങനെ വരുന്ന കാര്യങ്ങൾ, ഇങ്ങനെയുള്ള ചെറിയ ശിർക്കായി എണ്ണപ്പെടുന്ന തൗഹീദിൽ കുറവുണ്ടാക്കുന്ന പോരായ്മകൾ വരാൻ കാരണമാകുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ഷെയ്ഖ് ഇവിടെ കുറേ കാര്യങ്ങൾ എണ്ണി പറയുന്നുണ്ട്. അതൊക്കെ ചെറിയ ശിർക്കായി അദ്ദേഹം പരിചയപ്പെടുത്തുന്നു. അതൊക്കെ ചെയ്യുക വഴി ഇവിടെ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്നില്ല, അതേസമയം അയാൾ തൗഹീദിൽ പോരായ്മകൾ സംഭവിക്കുന്നു. പരിപൂർണമായ ഈമാൻ എന്ന അവസ്ഥയിൽ നിന്ന് അയാൾ ന്യൂനതയുള്ള നാക്കിസായ ഈമാൻ്റെ ആളായി മാറുന്നുവെന്നാണ്. അത് 4 കാര്യം എണ്ണി പറയുന്നു. ആ 4ൻ്റെയും ഉള്ളിലുള്ള ഉപവിഭാഗങ്ങളായി മറ്റു ചില കാര്യങ്ങളും അദ്ദേഹം കൂട്ടത്തിൽ ഓർമ്മപ്പെടുത്തുന്നുണ്ട്.
അതാ അല്ലാഹു അഅലം. ഇൻഷാ അല്ലാഹ് വരും ക്ലാസ്സുകളിൽ നമുക്കത് പൂർത്തീകരിക്കാം. ഏതായാലും ഇനി നമുക്ക് റമദാനിന് മുമ്പ് ഒരു തിങ്കളാഴ്ച കിട്ടാം. അതെ, ഒന്നുണ്ട്. അപ്പോൾ റമദാന് മുമ്പ് ഒരു തിങ്കളാഴ്ച നമുക്ക് കിട്ടാം. അപ്പം നമ്മൾ എല്ലാവരുടെയും ഒരു അഭിപ്രായം അടുത്ത തിങ്കളാഴ്ച നമുക്കൊരു റമദാനുമായി ബന്ധപ്പെട്ട ഒരു പൊതു ക്ലാസ് ആക്കാം എന്നൊരു അഭിപ്രായം വന്നിട്ടുണ്ട്. അഹ്ലുൽ റമദാൻ നിലക്ക് റമദാനുമായി ബന്ധപ്പെട്ട് അറിയേണ്ട കാര്യങ്ങൾ, കുറേ മസാലകൾ, നോമ്പുമായി ബന്ധപ്പെട്ട വിധിവിലക്കുകൾ, ശ്രദ്ധിക്കേണ്ട കുറേ ഏരിയകൾ, ഇതൊക്കെ പാടെ ഉൾക്കൊള്ളുന്ന ഒരു പൊതു ക്ലാസ്സാക്കി അടുത്ത തിങ്കളാഴ്ച ഇൻഷാ അല്ലാഹ് മാറ്റാം. അപ്പോൾ അഖീദ ക്ലാസ് തൽക്കാലം തോടി റമദാന് വേണ്ടി നിർത്തിവെക്കുന്നു. ഇനി റമദാൻ കഴിഞ്ഞ് നമുക്കൊരു സമയം നിശ്ചയിച്ചിട്ട് ഇൻഷാ അല്ലാഹ് സമയത്ത് നമുക്കത് വീണ്ടും ആരംഭിക്കാം. ഏതായിരുന്നാലും അൽഹംദുലില്ലാ ഈ റമദാന് മുമ്പ് നമ്മൾ കുറേ അഖീദയുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ പഠിച്ചു. അപ്പോൾ ഒരു നോമ്പും അതേപോലെ ഈ ഭാഗത്തൊക്കെ സ്വീകരിക്കപ്പെടാൻ കൂടി അഖീദയുടെ പൂർണ്ണത അതിൽ പ്രധാനപ്പെട്ട കാര്യമാണ്. ആ നിലയ്ക്ക് അൽഹംദുലില്ലാ നമുക്ക് വലിയ ഖൈർ. കഴിഞ്ഞ റമദാൻ മുതൽ റമദാൻ വരെ ഒരു കൊല്ലമായി നമ്മൾ ഇത്രയും അഖീദ കാര്യങ്ങൾ പഠിച്ചു പോകുന്ന അൽഹംദുലില്ലാ റബ്ബ് കബൂലാക്കുമാറാവട്ടെ. ഇതൊക്കെ പഠിച്ചതിലും പറഞ്ഞതിലും ഉപരി ജീവിതത്തിൽ അമലാക്കി മാറ്റാനാണ് നമ്മളൊക്കെ പരിശ്രമിക്കേണ്ടത്. അൽഹംദുലില്ലാ വലിയൊരു നിഅമത്താണ് നമുക്കിവിടെ. നമ്മുടെ നാട്ടിലൊക്കെ നമുക്ക് ഇങ്ങനെ ഒരു സംവിധാനം ഉണ്ടായി എന്നുള്ളത് ചെറിയ കാര്യമൊന്നുമല്ല. നമുക്കിങ്ങനെ ഈ കണ്ട എല്ലാ ഇടാകൂടങ്ങൾക്കും ഇടയിൽ മുഴുവൻ എല്ലാ രംഗത്തും ഫിത്നയും ഫസാദും എല്ലാ തോന്നിയാസങ്ങളും എല്ലാ തിന്മകളും ശിർക്കും ഖുറാഫാത്തും ബിദഅത്തും എല്ലാം ഇവിടെ കൊടികുത്തി വാഴുന്ന ഈ കാലഘട്ടത്തിലും ഈ നാട്ടിലും ചുറ്റുപാടത്തൊക്കെ നമുക്കിങ്ങനെ ഒരു ദീന് പഠിക്കാൻ, അഖീദ പഠിക്കാൻ ഒരു സാഹചര്യം ഒത്തുകിട്ടും എന്നുള്ളത് അൽഹംദുലില്ലാ ഒരു വലിയ കാര്യം തന്നെയാണ്. നിൽക്കുന്നതിനെ മഹത്വമായി കാണുക. റബ്ബ് സുബ്ഹാനഹു വ തആല അതന്നെ അതിൻ്റെ ഭാഗമാണ് ഇതൊക്കെ. നമ്മുടെ ഹിമായത്തു തൗഹീദ്, സിയാത്തുൽ ഈമാൻ എന്ന് പറയുന്ന ഈമാൻ സംരക്ഷണം, തൗഹീദ് സംരക്ഷിക്കുക, അതിൻ്റെ ഭാഗമാണ് ഇതൊക്കെ. ഇങ്ങനത്തെ ക്ലാസ് ഉണ്ടാകുക എന്നുള്ളത് നമ്മുടെ ഈമാൻ സംരക്ഷിക്കപ്പെടാൻ. ഒന്നുമില്ലെങ്കിലും എന്തേത് വരുമ്പോൾ ഒന്ന് ചോദിക്കാനെങ്കിലും ചാൻസ് ആയല്ലോ. എന്ത് ജീവിതത്തിൽ ഉണ്ടായി അടുത്ത ക്ലാസ് പോകുമ്പോൾ ചോദിച്ചു വെക്കാം, ഇങ്ങനെ സംഭവം ഉണ്ടായി, അത് ചെയ്യാൻ പാടുണ്ടോ, ആ ചോദിക്കാൻ അവസരമില്ലേ. ഈ ക്ലാസ് ഒന്നും ഇല്ലെങ്കിൽ പിന്നെ അത് ആരോട് ചോദിക്കുക, ഒന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അതിനെങ്കിൽ നമുക്കൊരു സാഹചര്യമാണ്. മാത്രം ഒന്നിച്ച് നിൽക്കുമ്പോൾ അതൊക്കെ ഈമാനിൽ നമുക്ക് പരസ്പരം ഒരു സുരക്ഷയായി നിൽക്കാനും ഇതൊക്കെ നിമിത്തമായി മാറും. ഇത്തരം സംവിധാനങ്ങളൊക്കെ ജീവിതത്തിൽ വലിയ ബറക്കത്ത് നമുക്ക് എല്ലാവർക്കും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. ആ ഒരു പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് മാത്രം ക്ലാസ് എടുക്കുന്ന ഞാനാണെങ്കിലും പങ്കെടുക്കുന്ന നിങ്ങളാണെങ്കിലും ആ നിയ്യത്താണ് ഇതിൽ പ്രധാനം. ഇല്ലെങ്കിൽ ഇതൊക്കെ വെറുതെയായി. നമുക്ക് നമ്മുടെ ഈമാൻ ഒന്നുകൂടെ ഉറപ്പിക്കുക, നമ്മുടെ ഭാഗങ്ങൾ ഒന്ന് ക്ലിയറാക്കുക, സ്വർഗത്തിലേക്കുള്ള വഴി ഒന്നുകൂടെ നമുക്ക് ശരിയാക്കിയെടുക്കാൻ കഴിയുക എന്നൊക്കെയുള്ള നിയ്യത്ത് സ്വാദിഖ, ശരിയായ നിയ്യത്താണ് ഇവിടെയൊക്കെ നമുക്ക് വേണ്ടത്. അപ്പോൾ നമ്മിൽ നിന്നെല്ലാം കബൂലാക്കുമാറാവട്ടെ. ബാറക്കല്ലാഹു ഫീന ജമീഅ. സുബ്ഹാനക്കല്ലാഹുമ്മ ബിഹംദിക് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.